ദൈവമൊരുക്കിയ വിലയേറിയ സാഹചര്യത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവവചനത്തിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ധ്യാനിച്ചത് ദൈവത്തിൻ്റെ കരുണയെപ്പറ്റി, നമ്മുടെ രക്ഷണ്യ പ്രവർത്തനത്തിൽ ദൈവത്തിൻ്റെ കരുണയ്ക്കുള്ള പങ്ക്, ദൈവത്തിൻ്റെ സ്നേഹം, മഹാസ്നേഹത്തെ പറ്റി, the greater love, everlasting love, unchanging love, invisible love, father's love, പിതാവിൻ്റെ സ്നേഹം, ഇതെല്ലാം നമ്മൾ ഇന്നലെ ധ്യാനിച്ചു. നമ്മൾ കൃപയാലാണ് രക്ഷിക്കപ്പെട്ടതെന്ന് ഇന്നലെ പരിശുദ്ധാത്മാവിൽ നമ്മോട് സംസാരിച്ചു. നമ്മൾ അക്സെപ്റ്റഡ് ആണ്. നമ്മളെ ദൈവത്തിൻ്റെ കൃപയാൽ നമ്മളിലേക്ക് ഹോപ്പിനെ പകർന്നു. നമ്മുടെ എലക്ഷനും കൃപയാലാണ് നമ്മളെ തെരഞ്ഞെടുത്തതെന്നും ഒക്കെ നാം ധ്യാനിച്ചു. നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രധാനമായിട്ടും ദൈവത്തിൻ്റെ കരുണയാലാണ് സാധിപ്പിച്ചതെന്ന് ഇന്നലെ സവിസ്തരമായി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചു. ഇന്നു രാത്രിയിലും ദൈവവചനത്തിനായി നമ്മുടെ ശിരസ്സുകളെ നമിക്കുമ്പോൾ ദൈവപരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മോട് സംസാരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നാം പഠിക്കുവാൻ പോകുന്ന വാക്യങ്ങൾ 11 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. 11 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ 11 മുതൽ 11-12 വാക്യമാണ് നമ്മൾ പ്രാരംഭത്തിൽ വായിക്കുന്നത്. 11 and 12 verse. ആകയാൽ നിങ്ങൾ മുൻപേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദന ഏറ്റു പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവരാൽ അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരത്വത്തോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരും ആയിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. അപ്പോൾ മറക്കാതിരിക്കേണ്ട ഒരു കാര്യമാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്. മറക്കാൻ പാടില്ല, ഓർത്തിരിക്കണം. എക്സാമിനേഷന് സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന കുഞ്ഞുങ്ങളുടെ പുറകിൽ നടന്ന അമ്മമാര് പറയും, മോനെ മറക്കല്ലേ, ആ എസ്സേയുടെ പോയിന്റ്സ് ഒന്നും മറക്കരുത്, എൻ്റെ മമ്മി ചെയ്തിട്ടുണ്ട്, മോനെ അതൊന്നും മറക്കരുത്, ആ ഭാഗം നീ മറക്കരുത്, അത് നീ ഓർത്തിരിക്കണം. അപ്പോൾ ഓർക്കുക എന്ന് പറയുമ്പോൾ എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പരിശുദ്ധാത്മാവിനെ ഓർപ്പിക്കാനുള്ളത്. ഇന്ന് വൈകുന്നേരത്ത് ഞാൻ ഈ സെഷന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ 4 പ്രധാനപ്പെട്ട പവേഴ്സ്, മേജർ പവേഴ്സ് ഇൻ ദ സ്പിരിച്വൽ വേൾഡ്, 4 പ്രധാനപ്പെട്ട ശക്തികൾ. അത് എൻ്റെ ടോപ്പിക്ക് വരുന്നതല്ലെങ്കിലും എന്നോട് ദൈവം സംസാരിച്ചതായതുകൊണ്ട് ഞാൻ ഈ ഒരു സെഷന് വേണ്ടി പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ തന്നെ ദൈവം എനിക്ക് അന്നൊരു മെസ്സേജാണ്, അത് നിങ്ങളോട് പറയാം. 1, ദ പവർഫുൾ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി. 2, യേശുവിന്റെ നാമത്തിന്റെ ശക്തി, ദ നെയിം ഓഫ് ജീസസ്, ദ പവർഫുൾ നെയിം ഓഫ് ജീസസ്. 3, ദ പവർ ഓഫ് ദ ബ്ലഡ് ഓഫ് ജീസസ്, യേശുവിന്റെ രക്തത്തിന്റെ ശക്തി. 4th പവർ ഈസ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഈ വിഷയങ്ങൾ മുഴുവൻ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ മുന്നോട്ട് പോകട്ടെ. ഈ ഒരു അധ്യായം, 2-ാം അധ്യായത്തിന്റെ 11 മുതൽ 22 വരെയുള്ള അധ്യായം പിന്നെയും നാം പഠിക്കുമ്പോൾ 11-12 വാക്യങ്ങൾ it shows the Gentiles condition without Christ. ക്രിസ്തുവിനെ കൂടാതെ ഉണ്ടായിരുന്ന ജാതികളുടെ അവസ്ഥ എന്തായിരുന്നു എന്നാണ് തുടങ്ങുന്നത്. സെയിം ലൈക്ക് ചാപ്റ്റർ 2 ഫസ്റ്റ് വേഴ്സുകൾ
ആമേൻ, 1, 2, 3 വാക്യങ്ങൾ പോലെ തന്നെ വാട്ട് വാസ് ദ കണ്ടീഷൻ ഓഫ് ജെന്റൈൽസ്? ജാതികളായിരുന്നവരുടെ ക്രിസ്തു ഇല്ലാതിരുന്നപ്പോഴുള്ള അവരുടെ അവസ്ഥ എന്തായിരുന്നു? അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു. നാച്ചുറലി യു വേർ ജെന്റൈൽസ് എന്ന് വെച്ചാൽ യു ആർ ബോൺ ജെന്റൈൽ. ജാതിയിലോട്ട് ജനിച്ചവരാ, ജാതികളായി ജനിച്ചു വീണവരാ. ജനനം കൊണ്ട് തന്നെ ജാതീയ സർട്ടിഫിക്കറ്റ് ആണ്. പ്രകൃതിയാൽ ജാതികൾ. 1, ഞാനിത് ധ്യാനിച്ചപ്പോൾ എനിക്ക് 7 കൂട്ടം കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് മനസ്സിലായി. പ്രകൃതിയാ ജാതികളായിരുന്നു. 2, ജഡത്തിന്റെ കയ്യാലുള്ള പരിച്ഛേദന ഏറ്റു പരിച്ഛേദനക്കാരെന്ന് പേരുള്ളവരാൽ അഗ്രചർമ്മക്കാരെന്ന് വിളിക്കപ്പെട്ടിരുന്നു. അൺസർക്കംസൈസ്ഡ്. അഗ്രചർമ്മക്കാരെന്നാണ് ജാതികളെ വിളിച്ചുകൊണ്ടിരുന്നത്. വേറെ ആരുമല്ല, പരിച്ഛേദനയേറ്റ യഹൂദന്മാർ. ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, പൗലോസ് ഇവിടെ പറയുമ്പോൾ ഒരു ചെറിയ വലിയ കാര്യം പറയുക. റോമാലേഖനം 4-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ വിശ്വാസ നീതിക്ക് മുദ്രയായ പരിച്ഛേദന എന്ന് എഴുതിയേക്കുന്നത്. ഇറ്റ് വാസ് എ സ്പിരിച്വൽ തിങ്, ഒരു ആത്മീയ കാര്യമായിരുന്നു. ഇവിടെ പറഞ്ഞേക്കുന്നത് അഗ്രചർമ്മം അല്ലെങ്കിൽ അൺസർക്കംസൈസ്ഡ്. പുതിയ നിയമത്തിൽ സർക്കംസിഷൻ എന്ന് പറയുമ്പോൾ, പരിച്ഛേദന എന്ന് പറയുമ്പോൾ, ദാറ്റ് ഈസ് എ സർക്കംസിഷൻ ഓഫ് ഹാർട്ട്. റോമാലേഖനം 2-ാം അധ്യായം 29-ാമത്തെ വാക്യം. ഹൃദയത്തിന്റെ പരിച്ഛേദന. ഹൃദയത്തിന് പരിച്ഛേദന ഏൽക്കാത്തവരാണ്. അടുത്തൊരു വ്യാഖ്യാനം, പരിച്ഛേദനയേറ്റ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ നോക്കുമ്പോൾ, അവരുടെ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ, അവർ ജാതികളെ കാണുന്നത് അഗ്രചർമ്മികൾ എന്നാണ്. അൺസർക്കംസൈസ്ഡ് എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അങ്ങനെ ഒരു വിളി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷം തുടങ്ങുമ്പോൾ ഒരു നല്ല കുടുംബത്തെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. എലിസബത്തും സെക്കരിയാവും. അവർക്ക് നാട്ടിൽ ഒരു നിന്ദയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എലിസബത്ത് കൺസീവ് ആയി കഴിഞ്ഞപ്പോൾ എലിസബത്ത് പറയുന്നു, ജനത്തിന്റെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ദ നീക്കുവാൻ ദൈവം എനിക്ക് വേണ്ടി ഉത്തരമരുളി. ജാതികളെ അവർ കളിയാക്കി വിളിച്ചിരുന്ന പേരാണ് അൺസർക്കംസൈസ്ഡ്. 1-ാമത്തെ കാര്യം, പ്രകൃതിയാ ജാതികളായിരുന്നു. 2-ാമത്തെ കാര്യം, അവരുടെ ജാതികളായിരുന്നവരുടെ പേര് കേട്ടോണം, അഗ്രചർമ്മക്കാരെന്ന് വിളിക്കപ്പെട്ടിരുന്നു. അവരെ അങ്ങനെയായിരുന്നു വിളിക്കുന്നത്, അവരുടെ പേരങ്ങനെയായിരുന്നു. അപ്പോ റോമാലേഖനം 2:29 പറയുകയാണ്, അകമേ യഹൂദനായവൻ അത്രേ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന അത്രേ പരിച്ഛേദന. അതിനു മനുഷ്യനല്ല ദൈവത്താൽ പുകഴ്ച ലഭിക്കും. പുതിയ നിയമത്തിന്റെ കോൺസെപ്റ്റിൽ വരുമ്പോൾ പരിച്ഛേദന എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ പരിച്ഛേദനയാണ്. God is looking to your heart. നമ്മൾ യഹൂദ പാരമ്പര്യം അനുസരിച്ച് പരിച്ഛേദന ചെയ്യപ്പെട്ടവർ അല്ലെങ്കിൽ കൂടി ഹൃദയത്തിന്റെ പരിച്ഛേദന ഏറ്റവരാണ് നമ്മൾ. ശ്രദ്ധിച്ചാട്ട ദൈവമക്കളെ, എഫീസ് ലേഖനത്തിൽ ഈ പറഞ്ഞു വരുന്ന പോയിന്റുകളിൽ 3-ാമത്തേത് വളരെ പ്രധാനപ്പെട്ടതാണ്. അക്കാലത്ത് എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ അറിയാതിരുന്ന സമയത്ത്, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള സമയത്ത്, ജാതി ആയിരുന്ന സമയത്ത്,
രക്ഷിക്കപ്പെടുന്നതിന് കാലയളവിന് മുമ്പ് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരായിരുന്നു. They were without Christ. യേശുവിനെ കൂടാത്തവരായിരുന്നു. പക്ഷേ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം യേശു കർത്താവിനെ അവർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിലും the Bible says Christ was with them. കർത്താവ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം ഇന്നത്തെ ക്ലാസ് പരിശുദ്ധാത്മാവിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ക്ലാസ് മാത്രമേ ശ്രദ്ധിക്കാവുള്ളൂ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കണ്ണുകളെ അടച്ച് ധ്യാനിക്കണം. ഞാൻ വചനം എടുക്കാൻ പറയുമ്പോൾ നിങ്ങൾ ആ വചനം എടുത്ത് ധ്യാനിക്കണം. ഇത് നമ്മുടെ അകത്തളത്തിൽ പരിശുദ്ധാത്മാവിന്റെ ക്രിയകളെ ചെയ്യും. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 56-ാമത്തെ വാക്യം. 8-ാം അധ്യായത്തിൽ വലിയൊരു കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ നമുക്ക് കാണാം. 52-ാം വാക്യത്തില് യഹൂദന്മാരോട് ചോദിക്കുകയാണ്, നിനക്ക് ഭൂതമുണ്ട് എന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. അബ്രഹാമും പ്രവാചകന്മാരും മരിച്ചു, നീയോ എന്റെ വചനം പ്രമാണിക്കുന്ന ഒരു നാളും മരണമാസിക്കെന്ന് പറയുന്നു. ഞങ്ങളുടെ പിതാവായ അബ്രഹാമിനെക്കാട്ടിലും നീ വലിയവനാണോ? എ ക്വസ്റ്റ്യൻ അഗൈൻസ്റ്റ് ജീസസ്. കർത്താവിന്റെ അതോറിറ്റിയെ, കർത്താവിന്റെ അഭിഷേകത്തെ അവർ സംശയിച്ചിട്ട് ചോദിക്കുവാണ്, നീ ഞങ്ങളുടെ പിതാവിനേക്കാൾ വലിയവനാണോ? അപ്പോ യഹൂദന്മാരുടെ മനസ്സിൽ അബ്രഹാമിനുള്ള സ്ഥാനം ഒന്ന് മനസ്സിലാക്കിക്കേ. They consider him as father. He's a great prophet. അവൻ മരിച്ചു, പ്രവാചകന്മാരും മരിച്ചു, നിന്നെ തന്നെ നീ ആരാക്കുന്നു എന്ന് ചോദിച്ചതിന് കർത്താവ് പറയാ, എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എന്റെ മഹത്വം ഏതുമില്ല. ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തുന്നില്ല, എന്റെ പിതാവ് എന്നെ മഹത്വപ്പെടുത്തുന്നത് എന്റെ പിതാവാകുന്നു. See, he is addressing his father. ആമേൻ. 58-ാമത്തെ വാക്യമാണ്, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ എന്ന് അവർ ചോദിക്കുമ്പോൾ, നിനക്ക് 50 വയസ്സ് പോലും ആയിട്ടില്ല. അവര് പറയാ, നിനക്കിടാ 50 വയസ്സ്, എടാ കൊച്ചു ചെറുക്ക, ഇങ്ങനെ പറഞ്ഞാണ്, എടാ കൊച്ചു ചെറുക്ക, നിനക്ക് 50 വയസ്സ് പോലും ആയില്ല, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോടാ എന്ന് ചോദിച്ചു യേശുവിനോട്. യേശു പറയാ, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു. യേശു ദൈവമല്ലെന്നും യേശു ദൈവപുത്രനല്ലെന്നും പുതിയ നിയമത്തിന്റെ ഒരു സൃഷ്ടിയാണെന്നും ഡമ്മി ഗോഡാണെന്നും ഒക്കെ പറയുന്നവരോടുള്ള മറുപടി വചനത്തിൽ നിന്ന് രാത്രി പരിശുദ്ധ പറയാണ്. തന്റെ അധികാരത്തെയും തന്റെ മഹത്വത്തെയും ചോദ്യം ചെയ്ത യഹൂദന്മാരുടെ കർത്താവായ യേശു ക്രിസ്തു അസന്നിഗ്ധമായി വിളിച്ചു പറഞ്ഞു, അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാനുണ്ട്. ഹല്ലേലൂയ. Thank you Jesus. I was before Abraham. ദൈവമക്കളെ, ഏതെങ്കിലും ഒരു കെട്ടുകഥയല്ല നമ്മുടെ ദൈവം. ഏതെങ്കിലും ഒരു കൊച്ചു സ്ഥലത്ത് വാണരുളുന്ന ഏതെങ്കിലും ഒരു ലോക്കൽ ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവിടുന്ന് അബ്രഹാമിന് മുമ്പേ ഉണ്ടായിരുന്നവനാണ്. പിതാവായ ദൈവത്തോട് കൂടെ ഉണ്ടായിരുന്നവൻ, മഹത്വത്തിന്റെ ദൈവമായ കർത്താവ്. അവൻ മുഖാന്തരം സകലവും സൃഷ്ടിക്കപ്പെട്ടു, അവന് വേണ്ടിയും സകലവും സൃഷ്ടിക്കപ്പെട്ടുവെന്ന് അവൻ ഇന്നു രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. സോ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല, ജീസസ് വാസ് വിത്ത് ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ. ഇസ്രായേൽ ജനത്തോട് കൂടെ ഉണ്ടായിരുന്നത്. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ പേഴ്സോണിഫിക്കേഷൻ എവിടെയൊക്കെ ഉണ്ടോ, ദൈവം ഒരു വ്യക്തിയായിട്ട് പഴയ നിയമത്തിൽ അവിടെയെല്ലാം ഇറങ്ങിയോ, അവിടെയെല്ലാം യേശു കർത്താവിന്റെ വെളിപ്പാടാണെന്നു ഞാനത് വിശ്വസിക്കുന്നു. ഏദൻ തോട്ടത്തിൽ ഒരു മനുഷ്യനെ പോലെ നടന്നത് യേശു കർത്താവായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇറ്റ് വാസ് ക്രൈസ്റ്റ്. ബോഡിലി ഫോമിൽ എവിടെയൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ അവിടെയെല്ലാം കർത്താവായിരുന്നു. തെളിവെന്തോ പാസ്റ്ററെ? തെളിവ് വേറെ ഒന്നുമല്ല. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 4-ാം വാക്യം. ആമേൻ. 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. അവരെല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു.
That means Jesus was in the Old Testament. Jesus was walking with these people of Israel. ഇസ്രായേൽ മക്കളുടെ കൂടെ അവരെ അനുഗമിച്ച പാറ ക്രിസ്തുവായിരുന്നു. സോ അവരുടെ കൂടെ ക്രിസ്തു ഉണ്ടായിരുന്നു. എന്നാൽ ജാതികളുടെ കൂടെ ക്രിസ്തു ഇല്ലായിരുന്നു. വിത്തൗട്ട് ക്രൈസ്റ്റ്. ഇത് തെളിയിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. ഇസ്രായേൽ മക്കൾക്ക് മനസ്സിലായില്ല. എനിക്ക് അവരോട് സഹതാപം തോന്നുന്നു. ഇപ്പോഴും നമ്മൾ ഇസ്രായേലിൽ ചെന്നാൽ നമ്മൾ സേവിക്കുന്ന യേശു കർത്താവിനെ പറ്റിയുള്ള അവരുടെ കോൺസെപ്റ്റ് യഹൂദരോട് ചോദിച്ചാൽ അതേ മിക്കാറും എല്ലാവർക്കും ഒന്നും അറിയത്തില്ല. അവര് പറയും ഇവിടുത്തെ ഒരു ലോക്കൽ ഗാഡ്, നമ്മുടെ ഇവിടുത്തെ ചില മനുഷ്യ ദൈവങ്ങളെ പറ്റി പറയുന്ന പോലെയാണ് അവര് പറയുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ദൈവത്തിന്റെ വചനത്തിലുണ്ട്. അവർ കുത്തിയവങ്കിലേക്ക് നോക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രവചനങ്ങളൊന്നും മാറുന്നില്ല. ഇസ്രായേലിനെ മാത്രം നോക്കിയാൽ മതി. കർത്താവിന്റെ വരവിന്റെ അടയാളങ്ങൾ അറിയണമെങ്കിൽ, കർത്താവിന്റെ ആമേൻ വചനം തെറ്റില്ല, കർത്താവിന്റെ വചനത്തിന് മാറ്റമില്ല എന്നറിയണമെങ്കിൽ ഇസ്രായേൽ എന്ന ചെറിയ രാജ്യത്തെ മാത്രം നോക്കിയാൽ മതി. ഹല്ലേലൂയ. കർത്താവ് അവരുടെ കൂടെ ഉണ്ടായിരുന്നിട്ടും കർത്താവിനെ അവർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. അതാണ് ഇസ്രായേൽ ജനത്തിന് പറ്റിയ ഏറ്റവും വലിയ മിസ്റ്റേക്ക്. അവരെ അനുഗമിച്ച പാറ ക്രിസ്തു ആയിരുന്നു. അവരെ അനുഗമിക്കുക എന്ന് വെച്ചാൽ Christ was following them. അവർക്ക് പറ്റിയ ഗ്രേറ്റസ്റ്റ് മിസ്റ്റേക്ക്. മുമ്പിൽ നയിക്കേണ്ട കർത്താവ്, കർത്താവെ നീ മുന്നേ പോ, നീയാണ് ഞങ്ങളുടെ പാറ. We give you the first priority. ഞാൻ നിനക്ക് മുഖ്യ സ്ഥാനം തരുന്നപ്പാ, നീ മുമ്പേ പോ, ഞങ്ങളെ പിന്നാലെ നയിക്കെന്ന് പറയേണ്ട ജനം മുന്നേ പോയിട്ട് ക്രിസ്തു അവരുടെ പുറകിനായിരുന്നു. That was their failure. People of God, ഇസ്രായേൽ മക്കളുടെ കൂടെ ദൈവം ഉണ്ടായി, കർത്താവ് ഉണ്ടായിരുന്നിട്ടും അവർക്ക് തിരിച്ചറിയാൻ പറ്റാതിരുന്നത് പോലെ, കർത്താവിന് പ്രഥമ സ്ഥാനം കൊടുക്കാതിരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഫെയിലുവർ ഉണ്ടാകരുത്. നിത്യത പുലരുമ്പോൾ ഹല്ലേലൂയ, കർത്താവിന് നമ്മൾ എന്ത് സ്ഥാനം കൊടുത്തെന്ന് തെളിഞ്ഞു വരുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ കൈകൾ ബലപ്പെട്ടിരിക്കട്ടെ. But the Gentiles were without him. അവർ യേശുവിനെ കൂടാത്തവരായിരുന്നു. കാരണം എന്താ? They had no knowledge of him. കർത്താവിനെ അവർക്ക് അറിയത്തില്ലായിരുന്നു. യൂദന്മാർക്ക് അറിഞ്ഞിട്ടും അവരുടെ കൂടെ നടന്നിട്ട് അവർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പുറത്തെ ഗ്രൂപ്പിനെ നോക്കിക്കേ, അവർക്ക് കർത്താവിനെ പറ്റി അറിയത്തേ ഇല്ലായിരുന്നു. They had no faith in him. വിശ്വാസം ഇല്ലായിരുന്നു. No union with him. ഒരു കൂട്ടായ്മ ഒന്നും ഇല്ലായിരുന്നു. ഹല്ലേലൂയ. പാപക്ഷമ എന്തെന്ന് അറിയത്തില്ലായിരുന്നു. ജീവനില്ലാത്തവരായിരുന്നു. അതിക്രമങ്ങളിലും പാപത്തിലും മരിച്ചവരായിരുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പ്രത്യാശയില്ലാത്തവരായിരുന്നു. അവർക്ക് അറിയത്തില്ലായിരുന്നു. സ്തോത്രം. കർത്താവിന്റെ മക്കളെ, ക്രിസ്തുവിനെ കൂടാത്തവരായിരുന്നു പഴയ ജീവിതം. അതുകൊണ്ട് പുതിയ നിയമത്തിലെ 3 പ്രധാനപ്പെട്ട ബ്ലെസ്സിംഗ്, 3-fold blessing of the New Testament. കേൾക്കണേ. ഒന്ന്, ക്രൈസ്റ്റ് ഫോർ അസ്, ക്രിസ്തു നമുക്ക് വേണ്ടി. ഇത് മറക്കരുത്. ഇന്നത്തെ ക്ലാസ് മുഴുവൻ മറന്നാലും നിങ്ങൾ ഇത് മറക്കരുത് കേട്ടോ. ക്രൈസ്റ്റ് ഫോർ അസ്, ക്രിസ്തു നമുക്ക് വേണ്ടി. അല്ലെങ്കിൽ ക്രിസ്തു എനിക്ക് വേണ്ടി എന്ന് എഴുതിക്കോ. ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനു വേണ്ടിയാ? എനിക്ക് വേണ്ടിയാ. കർത്താവ് മനുഷ്യനായി നടന്നത് ആർക്ക് വേണ്ടിയാ? ആമേൻ, എനിക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചത് ആർക്ക് വേണ്ടിയാണ്? അതെനിക്ക് വേണ്ടിയാണ്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് ആർക്ക് വേണ്ടിയാണ്? ആമേൻ, അതെനിക്ക് വേണ്ടിയാണ്. ക്രിസ്തു ഇനി വരാൻ പോകുന്നത് ആർക്ക് വേണ്ടിയാ? എന്നെ ചേർക്കാനാണ്. ക്രൈസ്റ്റ് ഫോർ അസ്, ക്രിസ്തു എനിക്ക് വേണ്ടി. വാവ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. ക്രൈസ്റ്റ് ഫോർ അസ്. And the second revelation is Christ in us. I'm telling you the 3-fold blessing of gospel. സുവിശേഷത്തിന്റെ 3 തരത്തിലുള്ള അനുഗ്രഹത്തെ പറ്റിയാണ് പറഞ്ഞത്. ഒന്ന്, ക്രൈസ്റ്റ് ഫോർ അസ്, ക്രിസ്തു നമുക്ക് വേണ്ടി. 2, ക്രൈസ്റ്റ് ഇൻ അസ്, ക്രിസ്തു എന്നിൽ. ക്രൈസ്റ്റ് ഇൻ അസ്, ക്രിസ്തു എന്റെ അകത്ത്. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്.
മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിൽ വസിക്കുന്നു, ക്രിസ്തു എന്റെ അകത്തിരിക്കുന്നു. അടുത്ത മൂന്നാമത്തെ ഏറ്റവും വലിയ വെളിപ്പാട്, ക്രൈസ്റ്റ് വിത്ത് us, ക്രിസ്തു നമ്മോട് കൂടെ. ഇമ്മാനുവേൽ, I love that word. Oh my God, oh my God, oh my God. ഇമ്മാനുവേൽ, എൻ്റെ കൂടെ ഇരിക്കുന്ന ദൈവം. ഇമ്മാനുവേലേ, താങ്ക് യു ജീസസ്. ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ. Hallelujah, hallelujah. Thank you Jesus. Oh rialaba katalaba shangala korialaba seraba tiriyaba siyanaba. This is a Bible class, but you can fill in the Holy Spirit. You can speak in tongues. You can prophesy. You can enjoy the tremendous presence of the Holy Spirit wherever you are sitting. La rakaba, I pray that the Holy Spirit may reveal you new revelations. പുതിയ അനുഭവങ്ങൾ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. 3 manifold blessings in the gospel. Christ for us, Christ in us, and Christ with us. That is the grand totality of Christianity. ക്രിസ്ത്യാനിത്വത്തിന്റെ മുഴുവൻ സത്തയാ ഞാൻ പറഞ്ഞത്. ക്രിസ്തു നമുക്ക് വേണ്ടി, ക്രിസ്തു നമ്മുടെ അകത്ത്, ആമേൻ, ക്രിസ്തു നമ്മോട് കൂടെ. ഹല്ലേലൂയ. ജീഖനമനസേകി യൂറിയാലബ കതനിയാസിയാന ജീവറ ലഹോഷേകേലെ ഹന്ദരബമസ്യന്ദരിയാലബബ. Thank you, Holy Father. We bless your name, Jesus. We exalt your name, O God. O rabakatele ma shambabara basiana proshasiana. Hallelujah. Thank you, Jesus. Amen. Praise the Lord. Praise the Lord. Amen. Thank you, Jesus. ശ്രദ്ധിച്ച ദൈവമക്കളെ, ക്രിസ്തുവിനെ കൂടെ, ക്രിസ്തു കൂടെ ഇല്ലാത്തവരാൻ, വിത്തൗട്ട് ക്രൈസ്റ്റ്. നെക്സ്റ്റ് പറഞ്ഞേക്കുക, ഇസ്രായേൽ പൗരത്വത്തോട് ബന്ധമില്ലാത്തവരാൻ. ഇസ്രായേൽ പൗരത്വത്തിന് എന്തോ ഇത്ര വലിയ ഇത്? ഇന്ന് ഭൂമിയിൽ ഇപ്പൊ ഈ കൊറോണ ടൈം ആയതുകൊണ്ട് ആ ഒരു ആവേശം പോയെന്ന് എനിക്ക് തോന്നുന്നു, അറിയത്തില്ല. അമേരിക്കൻ സിറ്റിസൺഷിപ്പ് അല്ല, നമ്മളിപ്പോ നിങ്ങൾ സിറ്റിസൺ ആയോ? നിങ്ങൾ PR ഒക്കെ ആയോ? ഇത്ര വർഷമായില്ലേ നിങ്ങളവിടെ പോയിട്ട്? ചിലർ അവരുടെ പാസ്പോർട്ടൊക്കെ ഇങ്ങനെ പൊക്കി കാണിക്കും, ഓ എൻ്റെ ബ്രിട്ടീഷ് പാസ്പോർട്ടായി. ചിലർ അതിന്റെ ഫോട്ടോ എടുത്തൊക്കെ ഫേസ്ബുക്കിലിടും. ആ കനേഡിയൻ കൊടിയുടെ താഴെ നിൽക്കുന്ന പടം, ഞങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് കിട്ടി. വലിയ അയ്യോ, ഇന്ത്യയിലൊന്നും ഇനി പോരാ, ഇനിയിപ്പോൾ പറ്റത്തില്ല, ഞങ്ങൾക്ക് ഇനി അമേരിക്കയിലോട്ട് സെറ്റിൽ ചെയ്താലേ പറ്റത്തുള്ളൂ. അവനിനി ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പോകും. അവരെവിടെ പോകണമെന്ന് ഓർത്ത് ഇപ്പൊ നടക്കുക. സിറ്റിസൺഷിപ്പ്. ഇസ്രായേൽ പൗരത്വത്തിന്റെ പ്രത്യേകത, ദൈവം തെരഞ്ഞെടുത്ത ജനമാണ്. അവർക്ക് പിതാവായി അബ്രഹാമുണ്ട്. അവർക്ക് ദൈവം പ്രോമിസ് ചെയ്തൊരു പാലും തേനും ഒഴുകുന്ന ഒരു ദേശമുണ്ട്. അപ്പോൾ സിറ്റിസൺ എന്ന് പറയുമ്പോൾ അവന് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അവന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, റൈറ്റ് ഉണ്ട്. റൈറ്റ് ഒരു സിറ്റിസൺ എന്നുള്ള നിലയിൽ. ചില രാജ്യങ്ങൾക്ക് അവരുടെ പൗരന്മാർ വിലയേറിയവരാണ്. അവരുടെ എത്ര സമ്പത്ത് മുടക്കിയാണെങ്കിൽ അവരുടെ പൗരന്മാരെ അവരുടെ നാട്ടിലേക്ക് രക്ഷിച്ച് അവർ തിരിച്ചു കൊണ്ടുപോകും. ചില നേഷൻസ് അവരുടെ പൗരന്മാര് തേർഡ് റൈറ്റ് അല്ല, അവര് എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുകയോ എന്തെങ്കിലും പ്രശ്നത്തിൽ അകപ്പെട്ടാൽ അവർ എന്തു വില മുടക്കിയും അവരുടെ സിറ്റിസൺസിനെ തിരിച്ചു കൊണ്ടുവരും. പക്ഷേ അങ്ങനത്തെ ഒരു ഇസ്രായേൽ പൗരത്വത്തോട് ബന്ധമല്ല ഇല്ല നമുക്ക്. ക്രിസ്തുവിനെ കൂടാത്തവർ, ഇസ്രായേൽ പൗരത്വത്തോട് ബന്ധമില്ലാത്തവർ. അടുത്തത് കേട്ടോണം, 5ാമത്തെ കാര്യം, വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരാണ്. ഈ ഇസ്രായേൽ പൗരത്വത്തോട് ബന്ധമില്ലെന്ന് പറയുമ്പോൾ അതിലേക്ക് തന്നെ കർത്താവ് തിരിച്ചു കൊണ്ടുപോവാ. 5ലേക്ക് വരുന്നതിന് മുമ്പ് ഈ പൗരത്വത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതിനൊരു ഉദാഹരണം പറഞ്ഞു തന്നാല്, പത്രോസിന്റെ കാര്യം. പത്രോസിനെ കർത്താവ് ഒരു ദർശനം കാണിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 10ാം അധ്യായത്തിൽ നിങ്ങൾ അതൊന്ന് ടേൺ യുവർ ബൈബിൾസ് ടു ആക്ട്സ് ചാപ്റ്റർ 10. അവിടെ ഒന്ന് പോയാലേ നമുക്കത് മനസ്സിലാകും. അപ്പോസ്തല പ്രവൃത്തി 10ാം അധ്യായത്തില്
പ്രാർത്ഥിക്കുവാനായിട്ട് 6-ാം മണി നേരത്ത് വെൺമാടത്തിൽ കയറി. പത്രോസിന്റെ അകത്ത് വയറ് ഭയങ്കരമായിട്ട് കത്തുന്നുണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു, ഭക്ഷിക്കാൻ ആഗ്രഹിച്ചു. 10 ആഗ്രഹിച്ചു. ഒരു പച്ചയായ മനുഷ്യനാട്ടോ. ഈ ശുശ്രൂഷകന്മാർ അവർക്കും വിശക്കും. നമ്മൾ ഡോണ്ട് തിങ്ക് ദാറ്റ് ദേ ആർ സൂപ്പർ ഹ്യൂമൻസ്. ദേ ഹാവ് their own limitations. പത്രോസ് വലിയ അപ്പോസ്തലനായിരുന്നു, പക്ഷെ പുള്ളിയുടെ വയറ് വിശന്നു. അവർ ഒരുക്കുമ്പോഴൊക്കെ അവനൊരു വിവശത വന്നു. വിശന്ന് തളർന്നു പോയതാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഫിസിക്കൽ നീഡിനെ ഒരു സ്പിരിച്വൽ നീഡിലേക്ക് കൊണ്ടുപോവുകയാണ്. ശ്രദ്ധിച്ചോണം. ഹി വാസ് ഹംഗ്രി ഇൻ ദ ഫിസിക്കൽ റെലം. നമ്മളെ പ്രധാനമായിട്ടും നമ്മൾ ഈ വിശന്നൊക്കെ ഇരിക്കുമ്പോൾ വലിയ പാടാ കൈയടിക്കാനോ ആരാധിക്കാനോ ഒക്കെ. ഒരു ഫിസിക്കലി നീഡിലിരിക്കുമ്പോൾ ആ ഒരു അവസരത്തെ ദൈവം ചിലപ്പോൾ സ്പിരിച്വൽ വെളിപ്പാടുകളെ തരാൻ വേണ്ടി ഉപയോഗിക്കും. സോ ബി വെരി കെയർഫുൾ ആൻഡ് ലോങ്ങിങ് ഫോർ ദ പ്രസൻസ് ഓഫ് ഗാഡ്. അതിനുവേണ്ടി കാത്തിരിക്കണം. ഒരു ആവശ്യഘട്ടത്തിലായിരിക്കും ദൈവം ചിലപ്പോൾ നമ്മോട് സംസാരിക്കുന്നു. നമ്മളൊരു ആവശ്യത്തിന്റെ മുഖത്തിരിക്കുക. ദൈവം ആ അവസരത്തിൽ ആ ഒരു അവസരത്തെ നമ്മോട് സംസാരിക്കുവാനുള്ള അവസരമായി ഉപയോഗിക്കും. എക്സാമ്പിൾ മോശയാണ്. 80-ാമത്തെ വയസ്സിൽ ദൈവം ഉൾപ്പടപ്പിൽ സംസാരിച്ചു. സെയിം ലൈക്ക് ദാറ്റ്. ഒരു വിവശത വന്നു. he fell into a trance എന്ന ഇംഗ്ലീഷ് ബൈബിൾ പറഞ്ഞു. ട്രാൻസിലേക്ക് പോയി. അദ്ദേഹം കാണുക ആകാശം തുറന്നിരിക്കുന്നതും വലിയൊരു തുപ്പട്ടി പോലെ 4 കോണിൽ കെട്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വിട്ട ഒരു പാത്രം വരുന്നതും അവൻ കണ്ടു. അതിൽ ഭൂമിയിലെ സകലവിധ നാൽക്കാലിയും ഇഴജാതിയും ആകാശത്തിലെ പറവയും ഉണ്ടായിരുന്നു. പത്രോസേ, എഴുന്നേറ്റ് അറത്ത് തിന്നുക എന്നൊരു ശബ്ദം ഉണ്ടായി. പത്രോസ് ചാടി എഴുന്നേറ്റിട്ട് പറയാം, അതിന് പത്രോസ്, ഒരിക്കലും പാടില്ല കർത്താവേ, മലിനമോ അശുദ്ധമായതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ല. ആ ശബ്ദം 2-ാം പ്രാവശ്യം അവനോട് പറഞ്ഞു, ദൈവം ശുദ്ധീകരിച്ചതിനെ നീ മലിനം എന്ന് അവൻ വിചാരിക്കരുത്. നിന്റെ വിചാരത്തിനൊരു പ്രശ്നമുണ്ട്. നിന്റെ വിചാരത്തെ മാറ്റണം. ദൈവം ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് വിചാരിക്കരുത്. ചേഞ്ച് യുവർ കൺസെപ്ഷൻ, ചേഞ്ച് യുവർ പെർസ്പെക്റ്റീവ്. അപ്പൊ വിചാരത്തിനായിരുന്നു പ്രശ്നം. ഈ പത്രോസിനോട് ഇങ്ങനെ ഒരു ദുപ്പട്ടിയൊക്കെ കാണിച്ച് ദൈവം എന്തിനാ ട്രാൻസിൽ കൊണ്ടുപോയി ഇടപെട്ടത്? ഏകദേശം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉദ്ധാരണം കഴിഞ്ഞിട്ട് 10 വർഷത്തോളമായി പത്രോസ് ശുശ്രൂഷയിൽ കത്തിക്കാളി നിൽക്കുമ്പോഴും മനസ്സിന്റെ അകത്തളത്തിൽ എവിടെയോ യഹൂദനാന്നൊരു നിഗളം കിടപ്പുണ്ട്. എവിടെയോ ഞാൻ യഹൂദനാന്ന് പറഞ്ഞൊരു ചങ്കൂറ്റമുണ്ട്. ക്രിസ്തുവിലേക്ക് വന്നിട്ടും പഴയതിനെ മറക്കാൻ പറ്റാതെ കിടക്കുന്ന കുടുംബ പാരമ്പര്യത്തിന്റെ ചങ്ങലകളുണ്ട്. കർത്താവ് ഈ വെളിപ്പാട് കാണിച്ചിട്ട് വെട്ടി തിന്നോളാൻ പറഞ്ഞത്, നിന്റെ ആറ്റിറ്റ്യൂഡ് മാറണം, നിന്റെ പെർസ്പെക്റ്റീവ് മാറണം, ജാതികളെ പറ്റി നിനക്കുള്ള ചിന്താഗതി മാറണം. ശ്രദ്ധിച്ചേ, പത്രോസ് ദർശനത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ ആത്മാവ് വന്നിട്ട് 19-ാമത്തെ വാക്യം, 3 പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു, നീ എഴുന്നേറ്റ് ഇറങ്ങിച്ചെല്ലുക, ഞാൻ അവരെ അയച്ചതാകുന്നു, ഒന്നും സംശയിക്കാതെ അവരോടുകൂടെ പോകാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ പത്രോസ് ഇറങ്ങി അവരുടെ കൂടെ പോയി, ഒന്നും സംശയിക്കാതെ പോയി. നീതിമാനും ദൈവഭക്തനും യഹൂദന്മാരുടെ സകല ജാതിയാലും നല്ല സാക്ഷ്യം കൊണ്ടവനെ കൊർന്നല്യോസ് എന്ന ശതാധിപന് നിന്നെ വീട്ടിൽ വരുത്തി നിന്റെ പ്രസംഗം കേൾക്കണമെന്നൊരു വിശുദ്ധ ദൂതനാൽ അരുളപ്പാടുണ്ടായിരിക്കുന്നു പറഞ്ഞു. ഈ സംഭവം നമുക്കറിയാവുന്നതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. എന്നാൽ പത്രോസ് അങ്ങോട്ട് കൊർന്നല്യോസിന്റെ വീട്ടിൽ ചെന്നപ്പോ കൊർന്നല്യോസ് കാലയിലോട്ട് വീണങ്ങ് നമസ്കരിച്ചു. അപ്പൊ പത്രോസ് പറയാ, ഞാനൊരു മനുഷ്യനാ, നീ എന്നെ നമസ്കരിക്കരുത്. അതുകൊണ്ട് ഈ മധ്യസ്ഥന്മാരോട് നമസ്കരിക്കുമ്പോഴുള്ള പ്രശ്നം ഇതാണ്. പത്രോസ് പറഞ്ഞു, പ്ലീസ് ഡു നോട്ട് വർഷിപ്പ് മീ, എന്നെ ആരാധിക്കരുത്, എന്നെ നമസ്കരിക്കരുത്, ഞാനൊരു മനുഷ്യനത്രേ എന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ചു. അകത്തോട്ട് കയറി ചെന്നപ്പോ അടുത്ത വാക്ക് പറയാ, അവരെ കണ്ടപ്പോ വന്നുകൂടിയിരിക്കുന്നുണ്ട് പറയാ, അന്യജാതിക്കാരന്റെ 28 അന്യജാതിക്കാരന്റെ അടുക്കൽ ചെന്നതും അവനുമായി പെരുമാറ്റം ചെയ്തതും യഹൂദന് നിഷിദ്ധമെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ.
നിങ്ങൾക്കറിയാം, ഒരു യഹൂദൻ ഒരു ജാതിയുടെ വീട്ടിൽ പോത്തില്ല, അവന്റെ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കത്തില്ല, അവന്റെ കൂടെ അന്തി ഉറങ്ങത്തില്ല, അവനുമായി യാതൊരു ബന്ധവുമില്ല. ആരാ? പത്രോസേ, നീ ആരാ? ആർ യു മിയർലി എ ജൂ? അങ്ങ് കേവലം ഒരു യഹൂദനാണോ? ആർ യു എ ന്യൂ ടെസ്റ്റമെന്റ് സെയിന്റ്? അങ്ങ് ഒരു പുതിയ നിയമ ഭക്തനാണോ? ആർ യു വാഷ്ഡ് ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ്? യേശു കർത്താവിന്റെ രക്തത്താൽ വിലക്ക് വാങ്ങപ്പെട്ട ആളാണോ? സ്റ്റിൽ യു ഹാവ് എ കൾച്ചറൽ ബോണ്ടേജ്. നമ്മുടെ മലയാളികളോട് വളരെ ആപ്ലിക്കബിൾ ആണ്. നമ്മൾ സുവിശേഷത്തെക്കാൾ കൂടുതൽ കൾച്ചറിന് പ്രാധാന്യം കൊടുക്കുന്നത്. ഒരു സ്ഥലത്ത് എന്നാൽ ആ സ്ഥലത്തെ ആൾക്കാരെ മൊത്തം നമ്മൾ മത്തായിയും തോമസും ആക്കാതെ അടങ്ങത്തില്ല. നമ്മുടെ അകത്ത് ആരോ ഒക്കെ പകർന്നു തന്ന ചില കൾച്ചറൽ ബോണ്ടേജസ് ഉണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇത് ബ്രേക്ക് ആകട്ടെ. ഒരു നാട്ടുകാരെ മൊത്തം മലയാളികളാക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്, ക്രിസ്തുവിങ്കലേക്ക് വലിച്ചടിപ്പിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഒരു ഹിഡൻ ട്രൂത്തായി ഇന്ന് രാത്രി ആത്മാവിൽ വിളിച്ചു പറയുന്നത്. ക്രിസ്തുവിങ്കലേക്ക് വന്നു, അഭിഷേകം പ്രാപിച്ചു. ഓ, പത്രോസ് വലിയ എന്നാ പറഞ്ഞേ, അപ്പോസ്തലനാ. പക്ഷെ ജാതികളോടുള്ള വേറുകൃത്യം ഇതുവരെ ഹൃദയത്തിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ടില്ല. അങ്ങനെ അപ്പോ രക്ഷിക്കപ്പെട്ട് കർത്താവിനെ അറിഞ്ഞ് വചനം പ്രസംഗിച്ച അത്ഭുതം കണ്ട അത്ഭുത പ്രവർത്തികൾ 3000 പേരെ സ്നാനപ്പെടുത്തിയ പത്രോച്ചന് ഇതാ ഗതിയെങ്കിൽ, ഈ കർത്താവിനെ അറിയാത്ത യഹൂദന്റെ മനസ്സിൽ ജാതിയെ പറ്റിയുള്ള ചിന്താഗതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അവര് നമ്മളെ എങ്ങനെ കൺസിഡർ ചെയ്യുന്നതെന്ന്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ആത്മാവിൽ മുന്നോട്ട് പോവുകയാണ്. ഹല്ലേലൂയ. നീ വന്നത് ഉപകാരം എന്ന് പറഞ്ഞ് കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെ കേൾക്കാൻ ഞങ്ങളെല്ലാവരും ഇവിടെ ദൈവത്തിന്റെ മുമ്പാകെ കൂടിയിരിക്കുന്നു പറഞ്ഞു. ശ്രദ്ധിച്ചേ, ഇതിനകത്തുനിന്ന് ഞാനൊരു വെളിപ്പാട് പറയാം. നിങ്ങൾക്ക് വേണ്ടാന്ന് വെച്ചാൽ, നമുക്ക് വേണ്ടാന്ന് വെച്ചാൽ വേണ്ടുന്ന ഒരു ജനറേഷനെ ദൈവം എഴുന്നേൽപ്പിക്കും. യഹൂദന് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ, യഹൂദൻ നിന്ദിച്ചപ്പോൾ, അതിന്റെ അപ്പുറത്തൊരു ജാതീയ കൂട്ടായ്മയെ ദൈവം എഴുന്നേൽപ്പിച്ചു. അവര് കാത്തിരിക്കുക, ഒരാൾ വന്ന് പ്രസംഗിക്കണം, ഞങ്ങൾക്ക് ആ പ്രസംഗം കേൾക്കണം. അവര് വീട്ടിനകത്ത് എല്ലാരും കാത്തിരിക്കുക, അവര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഓ, പത്രോസിനെ ആള് വിട്ട് വിളിപ്പിച്ചു, പ്രസംഗകൻ ഇപ്പൊ വരും, ഞങ്ങൾക്ക് ദൈവവചനം കേൾക്കണം. ഓ ഷഖതറബബബ. ഇന്ന് രാത്രി ആത്മാവിനെ ഒരു ദൂത് പറയട്ടെ. ആർത്തിയുള്ളവൻ അവനെ തൃപ്തി വരുത്തും. എന്റെ ദൈവം ഹല്ലേലൂയ വലിയ ദൈവമാണ്. 34-ാമത്തെ വാക്യത്തിൽ we can see a complete transformed Peter. പൂർണ്ണമായി മാറിയ ഒരു പത്രോസിനെ കാണാം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന് നമ്മളെ പറ്റിയുള്ള ആഗ്രഹം ഇതാണ്. എഫെസ്യ ലേഖനം 2-ാം അധ്യായം അടുത്ത ഖണ്ഡിക പഠിക്കുമ്പോൾ ആത്മാവിൽ ഞാനൊരു കാര്യം നിങ്ങളോട് തുറന്നു പറയട്ടെ. ഈ പഠനം നിങ്ങളിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുന്നില്ലെങ്കിൽ, ഈ പഠനം നിങ്ങളിലുള്ള റിജിഡ് ആയിട്ടുള്ള മലയാളി മൈൻഡ് സെറ്റപ്പിനെ ബ്രേക്ക് ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങൾ പിന്നെയും അത് പിടിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ, കൊച്ചു പിള്ളാരെ പോലെ ദുർവാശിയാണെങ്കിൽ, ഹോളി സ്പിരിറ്റ് cannot work in you. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നിങ്ങളിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എന്തോ ആണെന്നും എന്റെ പാരമ്പര്യം എന്തോ ആണെന്നും ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇന്നു രാത്രി ദൈവകരങ്ങളിൽ ഈ നിമിഷം ഈ വചനം കേൾക്കുമ്പോൾ ആത്മാവിനൊന്ന് വിധേയപ്പെടുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, ദൈവം ശക്തമായൊരു ഉണർവിനായി ഈ പ്രയർ ലൈനിലെ ദൈവമക്കളെ ആത്മാവിൽ ഉപയോഗിക്കുമെന്ന് ആത്മാവിൽ ഇന്നു രാത്രി നിങ്ങളോട് ദൂത് പറയുകയാണ്, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. പത്രോസ് പ്രസംഗമിടത്തിലിട്ട് കയറി നിന്നിട്ട് വാ തുറന്നിട്ട് പറയാ, ദൈവത്തിനു മുഖപക്ഷമില്ല. ഓ റമന ഹതല കരകക്ഷസിയാന്ധരാജാന. ദൈവത്തിനില്ലാത്തതായിട്ടുള്ള ഒരു കാര്യം, ദൈവത്തിനു മുഖപക്ഷമില്ല. ദൈവം മുഖം നോക്കി പറയുന്നവനല്ല, മുഖം നോക്കി നന്മ ചെയ്യുന്നവനല്ല, മുഖം നോക്കി കടാക്ഷിക്കുന്നവനല്ല. നീ ഇന്ന വീട്ടിൽ ജനിച്ചവനാ, അതുകൊണ്ട് നിനക്ക് രക്ഷയില്ല, അങ്ങനെ പറയുന്നവനല്ല. ഇന്ന് രാത്രി ആത്മാവിനെ ഒരു ദൂത് പറയട്ടെ. ആഹാബ് എന്ന രാജാവിന്റെ കൊട്ടാരത്തിന്റെ അകത്തളത്തിൽ പാപം കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോൾ, ഒരു കൊടുങ്കാറ്റ് പോലെ അസ്ഥിക്കകത്ത് പാപത്തിനെതിരെയുള്ള ആവേശം കത്തി, അഭിഷേകത്തോടെ ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ലെന്ന്
ഏലിയാവിന്റെ കുടുംബചരിത്രം നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരണം. ഏത് പ്രൊഫറ്റിക്കൽ ഫാമിലിയിൽ നിന്നാണ് ഏലിയാവിനെ ഏത് കുടുംബത്തിൽ നിന്നാ കർത്താവ് കൊണ്ട് ഉപയോഗിച്ചെന്ന് നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരണം. ആത്മാവിൽ പ്ലീസ് ഒന്ന് പറഞ്ഞു തരണം. യു കനോട്ട് ഫൈൻഡ് ഹിസ് ഫാമിലി ഹിസ്റ്ററി. ഏലിയാവിനെ പ്രസംഗിക്കാൻ ഭയങ്കര ഇഷ്ടം. ഏലിയാവ് തിഷ്ബയിൽ നിന്നുള്ള തിഷ്ബ്യനായ ഏലിയാവ്. ഹല്ലേലൂയ. നോ മോർ ഹിസ്റ്ററി ഫൗണ്ട്, നോ മോർ ഹിസ്റ്ററി ഫൗണ്ട്. ദൈവത്തിന് മോഹപക്ഷമില്ല കേട്ടോ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി വിശ്വാസികളെ, കർത്താവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ അകത്ത് ജാതീയ ചിന്തകളോ അങ്ങനെ ഉച്ചനീചത്വങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇടിച്ചു കളയണം യേശുവിൻ നാമത്തിൽ. അതിന്റെ മേൽ ജയമെടുക്കണം ഇന്ന് രാത്രി. ഹല്ലേലൂയ. ദൈവരാജ്യത്തിനകത്ത് 1-ാം കിട 2-ാം കിട 3-ാം കിട പൗരന്മാരില്ല കേട്ടോ. ദൈവത്തിന് മോഹപക്ഷമില്ല. ഏത് ജാതിയിൽ നിന്നും അവനെ ഭയപ്പെട്ടു നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു. അതാ ദൈവം വാ തുറന്നു ദൈവത്തിന്റെ ഹൃദയം അങ്ങോട്ട് പറയുക. ദൈവം അംഗീകരിക്കും. ഏത് വീട്ടിൽ പറഞ്ഞവനാണ്, നിന്റെ കളർ എന്തുവാണേലും, നിന്റെ ബാക്ക്ഗ്രൗണ്ട്, നിന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഒന്നും ഇല്ലെങ്കിലും, കാലിയാണെങ്കിലും, ചെറ്റക്കുടിലുള്ളവനാണെങ്കിലും, അല്ല നീ ഭൂമിയിലെ ഏറ്റവും വലിയ മണിമാലികൾ കിടക്കുന്നവനാണെങ്കിലും, നീ ദൈവത്തെ അംഗീകരിക്കുന്നവനാണെങ്കിൽ, ഹല്ലേലൂയ, ആമേൻ, ദൈവത്തെ ഭയപ്പെട്ടു നീതി പ്രവർത്തിക്കുന്നവനാണെങ്കിൽ നിന്നെ ദൈവം അംഗീകരിക്കും. യഥാർത്ഥമായിട്ട് ഞാൻ ഗ്രഹിക്കുന്നു. വാവ്, ഇപ്പോൾ ആ പത്രോസ് ഗ്രഹിച്ചത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു വാക്ക് പത്രോസ് പറയുന്നുണ്ട് 36-ാമത്തെ വാക്യത്തിൽ. അവനെല്ലാവരുടെയും കർത്താവായ യേശു ക്രിസ്തു മൂലം സമാധാനം സുവിശേഷിക്കൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് അയച്ച വചനം എല്ലാവർക്കും ഒരു ഓൾ ഇൻക്ലൂസീവ് മിഷനിലേക്ക് കൊണ്ടുവന്നു. നേരത്തെ ഞാനതൊന്നും തിന്നത്തില്ല, ഞാൻ ഭയങ്കര വിശുദ്ധനാ, ഞാൻ ആരാന്നറിയാമോ, ഞാൻ മതിലേൽ, അങ്ങനെ ഒരു മലയാളത്തിൽ പറഞ്ഞു, ഞാൻ മതിലേൽ കുരുത്തവനാണ്. ഓ താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹൃദയത്തിനകത്തൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇടിഞ്ഞു മാറട്ടെ. എന്തിനാ ഇടിക്കുന്നറിയാമോ? എന്നാലേ ഉണർവ് വെളിപ്പെടത്തുള്ളെന്ന്. എന്നാലേ ദൈവവചനം ഉണർവ് കാണണോ? 44-ാം വാക്യത്തിൽ ഉണർവ് തുടങ്ങുക. ഈ വാക്ക് പത്രോസ് പ്രസ്താവിക്കുമ്പോൾ വചനം കേട്ട എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. കൈവച്ചില്ല, ശാസിച്ചില്ല, ഓടി നടന്നില്ല. വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ the word started working. ദൈവത്തിന്റെ വചനം പ്രവർത്തിക്കാൻ തുടങ്ങി. ഇന്നു രാത്രി ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ദേഹി ആത്മാവിൽ പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ്. ഓ ഹല്ലേലൂയ. ദൈവം അയക്കുന്ന വചനമൊന്നും വെറുതെ വരുത്തില്ല. അത് അയച്ചവന്റെ കാര്യം സാധിപ്പിച്ചേ വരുത്തുള്ളെങ്കിൽ God started touching the people. ദൈവ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി. അയ്യോ, ഏതോ ബ്രദർ പറഞ്ഞു ആക്സിൽ നിന്നുപോയെന്ന്. ആക്സ് ചാപ്റ്റർ 2 ഒരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന്. ബ്രദറെ, എനിക്ക് അങ്ങയോട് പറയാനുള്ളത്, ഇറ്റ് ഈസ് റിപ്പീറ്റഡ് ഇൻ ആക്സ് ചാപ്റ്റർ 10 verses 44 and still it is continuing. പരിശുദ്ധാത്മാവിന്റെ ഉറവ വറ്റാത്തതാ സഹോദര, അതിന് പഞ്ഞമില്ലാത്തതാ സഹോദര. താങ്ക് യു ജീസസ്. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കാൻ പത്രോസിനോടുകൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ. പത്രോസ് ഒറ്റയ്ക്കല്ല അപ്പൊ വന്നേ, പത്രോസ് ഒരു ട്രൂപ്പിനെ കൊണ്ടാ വന്നത്. അവരുടെ എല്ലാ ഹൃദയത്തിനകത്തുണ്ടായിരുന്നു, ഓ ഇവർ ജാതികളാണല്ലോ കർത്താവേ, ഞങ്ങളെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്, ഞങ്ങൾ ഇവരുടെ കഴിക്കേണ്ട വന്നല്ലോ. ഇവരുടെ മനസ്സിനകത്തെല്ലാം ഒരു കുത്തല് കാണും. എന്നാൽ ജാതികളുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പകരപ്പെട്ടപ്പോൾ ക്രിസ്ത്യാനികൾ, പരിച്ഛേദനയേറ്റ ക്രിസ്ത്യാനികൾ, പരിച്ഛേദനക്കാരായ വിശ്വാസികൾ, പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേൽ പകരുന്നത് കണ്ട് വിസ്മയിച്ചു. ഇവര് ചിന്തിച്ചു ഇത് ഇവരുടെ വീട്ടിലെ കുടുംബ സമ്പാദ്യമാണെന്ന്. Amen. They thought that the Holy Spirit is their family property. പക്ഷെ പരിശുദ്ധാത്മാവിനെ ദൈവം ഹല്ലേലൂയ ജാതികളിലേക്ക് പകരാൻ തുടങ്ങി. അതിനെ പത്രോസിന്റെ അകത്തളത്തിലുള്ള ചില ചിന്താഗതികളെ ഇടിച്ചു കളഞ്ഞിട്ട് സ്വർഗം ജാതികൾക്ക് വേണ്ടി ഉപയോഗിച്ചു. അവൻ അവരെ എല്ലാം സ്നാനപ്പെടുത്തി.
അവിടെ ചില ദിവസം താമസിക്കണമെന്ന് അപേക്ഷിച്ചു. അവിടെയൊക്കെ താമസിച്ചിട്ട് പുള്ളി തിരിച്ചു ചെന്നപ്പോഴത്തേന് പ്രശ്നം തുടങ്ങി. ഈ 10ഉം 11ഉം അധ്യായങ്ങൾ, 2 ബ്യൂട്ടിഫുൾ ചാപ്റ്റേഴ്സ് പരിശുദ്ധാത്മാവ് ജാതികൾക്ക് വേണ്ടി മാറ്റിവെച്ചതിനാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വേറെ ആരുമല്ല, എനിക്ക് വേണ്ടി മാറ്റിവെച്ചതിനാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. I give glory to the Lord to separate these beautiful chapters in the scripture. ഞാനും അതിനകത്തുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് സന്തോഷം. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കർത്താവിനെ സ്തോത്രം പറഞ്ഞോണം. Praise the Lord, praise the Lord. What a beautiful, awesome amen chapters in the Bible. 11ാമത്തെ അധ്യായത്തിൽ അങ്ങോട്ട് കയറുമ്പോഴത്തേന് ഭയങ്കര പ്രശ്നത്തിലായി. പത്രോസ് യെരുശലേമിൽ എത്തിയപ്പോൾ പരിച്ഛേദനക്കാർ അവനോട് വാദിച്ചു. നീ പോയേക്കുമായിരുന്നില്ലേ? നിനക്ക് ചോദിച്ചാണ് അവര്, നിനക്ക് വേറെ ഒരു പണിയില്ലായിരുന്നോ? നിനക്ക് വിശക്കുന്നെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ നിനക്ക് ബിരിയാണി മേടിച്ചു തരത്തില്ലായിരുന്നോ? നീ ആ തോൽക്കൊല്ലന്റെ വീട്ടിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? നീ അവന്റെ വീട്ടില് കൊർന്നല്യോസിന്റെ വീട്ടിൽ പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? നിനക്കറിയത്തില്ലേ ജാതികളോട് ഇണയില്ലപ്പണ കൂട്ടരുന്നുണ്ടല്ലോ? അവര് വചനമൊക്കെ വെച്ച് വെട്ടിക്കാണും. വാദിക്കുന്ന കണ്ടോ? പത്രോസിനോട് അവര് വാദിച്ചു. ഹല്ലേലൂയ. ചില ആൾക്കാരുണ്ട്, കർത്താവിനെ എന്തോ പറഞ്ഞാൽ അവർക്കൊരു കുഴപ്പമില്ല. അവരുടെ സഭയോ അവരുടെ വിശ്വാസത്തെ പറഞ്ഞാൽ അവർ നമ്മളെ കൊല്ലും, ജീവനോടെ വെച്ചേക്കത്തില്ല. ക്രിസ്തുവിനേക്കാൾ കൂടുതൽ നിയമത്തെയും സഭാ സംഹിതകളെയും സ്നേഹിക്കുന്നവർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ സറണ്ടർ യുവർ ലൈഫ്. ഞാൻ ആരെ എൻ്റെ മുന്നിൽ വെച്ചോണ്ടല്ല പറയുന്നത്, പരിശുദ്ധാത്മാവ് തരുന്നത് മുഖം നോക്കാതെ ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. ആമേൻ, സ്തോത്രം. ഞാനല്ല, പരിശുദ്ധാത്മാവാ സംസാരിക്കുന്നത്. ശ്രദ്ധിച്ചാട്ടെ. അവർ വാദിക്കാൻ തുടങ്ങി. നീ അഗ്രചർമ്മികളുടെ അടുക്കൽ ചെന്ന് അവരോടുകൂടെ ഭക്ഷണം കഴിച്ചു. 11:3. ഇതേ വാക്ക് തന്നെയാണ് പൗലോസ് പറഞ്ഞേക്കുന്നത് ഇവിടെ. നിങ്ങൾ ദൈവമില്ലാത്തവരാണ്, അഗ്രചർമ്മികളെന്ന് വിളിക്കപ്പെട്ടവരാണ്. ഇപ്പൊ പത്രോസിനോട് പറയാ, നീ തെറ്റ് ചെയ്തു, നീ അഗ്രചർമ്മിയോടെ പോയി, നീ അവരുടെ കൂടെ ആഹാരം കഴിച്ചു, നീ അവരുടെ കൂടെ താമസിച്ചു. ഹല്ലേലൂയ. അപ്പൊ പത്രോസ് അവരോട് കാര്യം ആദ്യം മുതൽ ക്രമമായിട്ട് അങ്ങോട്ട് വിവരിച്ചു പറയാൻ തുടങ്ങി. എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായി, എനിക്ക് ഇങ്ങനെ വിഷൻ ഉണ്ടായി, എന്നെ കർത്താവ് അങ്ങോട്ട് അയച്ചതാണ്. ആമേൻ. ആ സമയം അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. എന്നിട്ട് പറയാണ്, വിശ്വസിച്ചവരായ നമുക്ക് തന്ന പോലെ അതേ ദാനത്തെ അവർക്കും കൊടുത്തു. അപ്പൊ എങ്കിൽ ദൈവത്തെ തടുപ്പാൻ തക്കവണ്ണം ഞാൻ ആരാ? 17ാം വാക്യം, 11:17. ആമേൻ. അത് കേട്ടപ്പോൾ അവർ മിണ്ടാതിരുന്നു. ആമേൻ. അങ്ങനെയായാൽ ദൈവം ജാതികൾക്കും ജീവപ്രാപ്തിക്കായി മാനസാന്തരം നൽകിയല്ലോ എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. They started praising the Lord. അവർക്കും ജാതികൾക്കും ദൈവത്തിന്റെ സ്തോത്രം ദാനത്തെ ലഭിച്ചല്ലോ എന്നോർത്ത് അവര് കൺവിൻസ്ഡ് ആയി കേട്ടോ. അപ്പോ ഈ സംഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? ഈ യഹൂദന്മാർക്ക്, ക്രിസ്ത്യാനികളായ യഹൂദന്മാർക്ക് പോലും ജാതികളോടുള്ള കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ സ്തോത്രം. ഹല്ലേലൂയ. ആ 26ാം വാക്യം കൂടെ വായിച്ചിട്ട് നമ്മൾ ആ അധ്യായം വിടും. 11ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തി 11:26. അവർ ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി. ഈ 11ാമത്തെ ചാപ്റ്ററിൽ ഈ ജാതികളുടെ ഇടയിൽ റിവൈവൽ ഉണ്ടായിട്ട് അതിന്റെ അവസാന അധ്യായമാണ് പറയുന്നത്, അവസാന വാക്യമാണ് പറയുന്നത്, ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി. ക്രിസ്ത്യൻസ് എന്ന പേര് കളിയാക്കി വിളിച്ച പേരാണ്. നമ്മളെ കളിയാക്കി പറയത്തില്ലയോ, നീ സൈക്കിളെ വാ, കാറേ പോവാന്ന്. പെന്തിക്കോസാരെ നമ്മളെ കളിയാക്കിക്കൊണ്ട് ആമേൻ, പരിശുദ്ധാത്മാവില്ലാത്തൊരു ഗ്രൂപ്പ് പണ്ട് നമ്മളെ കളിയാക്കി പറഞ്ഞതാ. നമ്മളിലുള്ള ആമേൻ എന്നാ ചിലർ പറയും ആമേൻ ബ്രദറിൽ പെന്തിക്കോസുകാരില്ല, പക്ഷേ പെന്തിക്കോസിൽ ഒത്തിരി ബ്രദറുകാരുണ്ട് എന്ന് പറഞ്ഞ പോലെ പെന്തിക്കോസിലെ ബ്രദറുകാരുടെ ആപ്തവാക്യമാണിത്. പക്ഷെ നമ്മുടെ ടെസ്റ്റിമണിയാണ്. നമ്മളോട് തന്നെ ചോദിച്ചേ, ഈ കർത്താവിനെ നമ്മൾ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ, ഈ കർത്താവിനെ നമ്മൾ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കാറുണ്ട്, കർത്താവെ ഞാൻ ഈ അപ്പനെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ, ഞാൻ ഈ കർത്താവിനെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്തുവായിരുന്നു? ഒന്ന് ചിന്തിച്ചു നോക്കി.
നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, റിവൈസ് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് പുറമോട്ട് ചിന്തിച്ചു നോക്കി. ഈ കർത്താവിനെ ഏത് മുഖാന്തരത്തിലൂടെ ആയിക്കോട്ടെ, അതിന് രോഗം വന്നിട്ട് സൗഖ്യമായതായിക്കോട്ടെ, അല്ല കർത്താവിനെ വെളിപ്പാടിൽ കണ്ടതായിക്കോട്ടെ, ഈ കർത്താവിനെ നമ്മൾ അറിഞ്ഞില്ലായിരുന്നു, ഈ കർത്താവിനെ രക്ഷിതമായി സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു? ശ്രദ്ധിച്ചേ. അടുത്തത് ആമേൻ, സ്തോത്രം. വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരാരും. ദൈവത്തിന്റെ വചനത്തിന്റെ അകത്ത് ഞാൻ ഇംഗ്ലീഷ് ബൈബിൾ റെഫർ ചെയ്തപ്പോൾ 266 തവണ ഗോഡ് കവനന്റ് എന്ന് യൂസ് ചെയ്തിട്ടുണ്ട്. ഗോഡ് കവനന്റ്, ഉടമ്പടി. നമ്മള് പത്രോസിന്റെ ലേഖനം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ 5 ഉടമ്പടികളെ പറ്റി സവിസ്തരമായിട്ട് പഠിച്ചതായതുകൊണ്ട് വേഗത്തിൽ 5 ഉടമ്പടികളൊന്ന് പറഞ്ഞു വിട്ടേക്കാം. ഉടമ്പടിയെ പറ്റി പറഞ്ഞുകൊണ്ട്, വാഗ്ദത്തത്തിന്റെ നിയമം കിട്ടിയത് യഹൂദനായിരുന്നു, ജാതികൾക്കല്ല. ഒന്ന് നോഹേ കവനന്റ്, നോഹയോട് ചെയ്ത ഉടമ്പടി. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിലാണ് ആ ഉടമ്പടി. അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലും 15-ാം അധ്യായത്തിലും നമുക്കത് കാണാൻ പറ്റും. മൂന്നാമത്തെ മൊസൈ കവനന്റ്, മോശേഹിക അല്ലെങ്കിൽ മോശയോട് ചെയ്ത ഉടമ്പടി, അത് പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിലും 29-ാം അധ്യായത്തിലും കാണാൻ പറ്റും. എന്റെ ക്ലാസിന്റെ 1% പോലും ആയിട്ടില്ല, വേഗത്തിൽ മുന്നോട്ട് പോകും. അടുത്തത് 4-ാമത്തെ ഡേവിഡിക് കവനന്റ്, ദാവീദിനോട് ചെയ്ത കവനന്റ്. ആ ഡേവിഡിക് കവനന്റിനകത്തു നിന്നാണ് കർത്താവ് യേശു ക്രിസ്തു പുറത്തു വരുന്നത്. ഡേവിഡിക് കവനന്റ്, ആ ദാവീദിനോട് അന്ന് ചെയ്ത ഉടമ്പടിയുടെ ബലത്തിലാണ് സുവിശേഷത്തിൽ ദാവീദിന്റെ സന്തതി എന്നുള്ള പേര് വന്നത്. അപ്പൊ ദൈവ ഉടമ്പടികളെ മറക്കുന്ന ദൈവമല്ല. ആൻഡ് ദ ഫൈനൽ കവനന്റ് ഈസ് ദ ന്യൂ കവനന്റ്, പുതിയ ഉടമ്പടി. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം പറയുന്നു, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവിൽ ജാതികളിലേക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ആമേൻ. പുതിയ ഉടമ്പടി. ജെറമ്യ 31:31 പുതിയ ഉടമ്പടിയെ പറ്റി പറയുന്നത്. ഞാന് പുതിയ ഒരു ഉടമ്പടി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പുതിയൊരു നിയമം ചെയ്യുന്നു. ഞാൻ എൻ്റെ ന്യായപ്രമാണത്തെ അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. പുതിയ ഉടമ്പടിയുടെ പ്രത്യേകത ഹാർട്ട് ടു ഹാർട്ട് റിലേഷൻഷിപ്പ്. യോഹന്നാൻ കർത്താവിന്റെ മാറോട് ചാരിയിരുന്നത് പോലെ. ശ്രദ്ധിച്ചേ, ഈ കവനന്റുമായിട്ടൊന്നും നമുക്ക് യാതൊരു ബന്ധവും ഇല്ലായിരുന്നു. നമുക്ക് തന്നതല്ല ഈ കവനന്റ്. നമുക്കിതിനെപ്പറ്റി ഒരു അറിവ് പോലും ഇല്ലായിരുന്നു. ആമേൻ. അടുത്തത് പ്രത്യാശയില്ലാത്തവരായിരുന്നു. നോ ഹോപ്പ്. ഹോപ്പില്ലായിരുന്നു എന്ന് വെച്ചാ, നമ്മളൊരു ഹോസ്പിറ്റലിൽ ഒരു രോഗിയെ അഡ്മിറ്റ് ചെയ്തിട്ട് എല്ലാവരും കൂടെ ICUവിന്റെ വാതിക്കൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഡോക്ടർ വന്നിട്ട് നോ മോർ ഹോപ്പ് എന്ന് വെച്ചാൽ ICU തള്ളിയ കേസായിരുന്നു നമ്മളന്ന്. ഇനി രക്ഷയില്ല, വീട്ടിൽ കൊണ്ടുവെക്കും എന്ന് പറയത്തില്ലേ? പിന്നെ നിലവിളിയാ. പിന്നെ നമ്മൾ ഉപവാസ പ്രാർത്ഥനയൊക്കെ വെക്കും. പിന്നെ നമ്മൾ ചുറ്റിനുമൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കും. പാസ്റ്റർമാരെ വിളിച്ചു പറയും, അയ്യോ ഡോക്ടർമാർക്ക് രക്ഷയില്ലെന്ന് പറഞ്ഞു. അതുവരെ നമ്മൾ പിടിച്ചു നിന്നു. ഇനി പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. നോ ഹോപ്പ്. ദൈവമക്കളെ, ആഹാരമില്ലാതെ നിങ്ങൾക്ക് 40 ദിവസം ജീവിക്കാൻ പറ്റും. വെള്ളമില്ലാതെ ചില ദിവസങ്ങൾ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. ശ്വാസം എടുക്കാതെ ചില മിനിറ്റുകൾ, പ്ലീസ് ഡോണ്ട് ട്രൈ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കരുത്. ചില നിമിഷങ്ങൾ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. പക്ഷെ ഹോപ്പില്ലാതെ, പ്രതീക്ഷയില്ലാതെ ഒരു സെക്കൻഡ് പോലും ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല. നമ്മൾ കണ്ടതല്ലേ, കോടിക്കണക്കിന് ആസ്തിയുള്ളവർ, സമ്പത്തിന്റെ ഉടമകൾ, വലിയ കമ്പനികൾ നടത്തുന്നവർ, വലിയ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി മരിച്ചത്, പാലത്തിന്റെ മുകളിൽ നിന്ന് ചാടി മരിച്ചതൊക്കെ നമ്മൾ കണ്ടതല്ലേ. ഹോപ്പില്ല, പ്രതീക്ഷയില്ലാത്തവരായിരുന്നു, പ്രത്യാശയില്ലാത്തവരായിരുന്നു. എന്തിനാ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഈ പഴയ കാര്യമൊക്കെ പറയുന്നേ?
ഇത് ഓർക്കണം കേട്ടോ. അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്, ഓർക്കണം. ഞാൻ വേഗത്തിൽ പറഞ്ഞുവിടും, എന്റെ ടൈം തീർന്നു. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ദൈവമില്ലാത്തവരായിരുന്നു. ട്രൂ ഗോഡ്, ദൈവം എന്തെന്ന് അറിയത്തില്ലായിരുന്നു. ദൈവമക്കളെ, ഒരു കാര്യം എന്റെ പ്രാർത്ഥനാ മുറി ഞാൻ കർത്താവിന് നന്ദി പറഞ്ഞു. ഈ ദൈവത്തെ അറിയാത്തവനായിരുന്നു നമ്മള്. ഈ ദൈവത്തെ അറിയാൻ ഒരു സാധ്യതയുമില്ലാത്തവനായിരുന്നു നമ്മള്. ഏതോ മരത്തെയും ഏതോ എലിയെയും പുലിയെയും ഒക്കെ പൂജിക്കേണ്ടിരുന്ന നമ്മളെ ജീവനുള്ള ദൈവത്തെ അറിയുവാൻ ഭാഗ്യം തന്ന ദൈവകൃപയ്ക്കായി ഇന്ന് രാത്രി കർത്താവിനെ സ്തുതിക്കണം കേട്ടോ. ദൈവം ഇല്ലാത്തവരായിരുന്നു എന്നുവെച്ചാ യഥാർത്ഥ ദൈവത്തെ അറിയത്തില്ലായിരുന്നു. അതായി അവിടുത്തെ ഒരു വ്യാഖ്യാനമായിട്ട് ഞാൻ കാണുന്നത്. മനുഷ്യന്റെ പ്രത്യേകത, ദൈവം ആരെന്ന് അറിഞ്ഞില്ലെങ്കിൽ അവൻ എന്തിനേയും ദൈവമാക്കും. അവൻ ഏതിനെയും ആരാധിക്കും. ഭയപ്പെട്ട് പ്രകൃതി ശക്തി അവൻ ആരാധിക്കാൻ തുടങ്ങി. എന്തിനേയും അവൻ നമസ്കരിക്കും. എന്നാൽ ഇന്നു രാത്രി കർത്താവ് എന്ന വെളിപ്പാടിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് പകർന്നു തന്ന പരിശുദ്ധാത്മാവിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആമേൻ. ഒന്നും കൂടെ ഞാൻ ചോദിക്കുക, ഈ സുവിശേഷം ഇന്ത്യയിൽ എത്തിയില്ലായിരുന്നെങ്കിൽ, ഈ സുവിശേഷം നമ്മളെ തേടിയെത്തിയില്ലായിരുന്നെങ്കിൽ, ഹല്ലേലൂയ, നമ്മൾ മർത്തോമക്കാരോ യാക്കോബക്കാരോ പെന്തിക്കോസുകാരോ ആരും ആയിക്കൊള്ളട്ടെ, ഈ സുവിശേഷം, ഈ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളെ തേടി എത്തിയില്ലായിരുന്നെങ്കിൽ നമ്മളും ഏതൊക്കെയോ ഹല്ലേലൂയ, ഞാനത് പറയുന്നില്ല, ഇതൊരു സോഷ്യൽ മീഡിയയിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായോ, നിങ്ങൾ അത് ഊഹിച്ചെടുത്താൽ മതി. നമ്മൾ ആരാകുമായിരുന്നു ഈ രക്ഷ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ? ഹല്ലേലൂയ. നമ്മൾ ക്രിസ്തുവിനെ കൂടാത്തവരായിരുന്നു. We are separated from Christ. We are separated from the church. We are separated from the fellowship. And moreover that we don't have hope. നാളത്തെ പറ്റി ഒരു പ്രതീക്ഷയില്ല. ഇന്നാണെങ്കിൽ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. എനിക്കൊരു കവനന്റ് ഉണ്ട്. എനിക്ക് വാഗ്ദത്തം ഉണ്ട്. അബ്രഹാമിന്റെ വാഗ്ദത്തം മുഴുവൻ നമ്മളിലേക്ക് എത്തി. ആക്ച്വലി യഹൂദനെക്കാട്ടിലും വലിയ ഭാഗ്യമാണ് നമുക്ക് കിട്ടിയത്. We became the true beneficiaries of these promises. Oh my God, oh my God, hallelujah. ഇന്ത്യയിൽ ഏതോ ഓണം കേറാ മൂലയിൽ ജനിച്ച നമുക്കെല്ലാം ഹൃദയം നന്ദിയാൽ നിറയുന്നുണ്ടോ ദൈവമക്കളെ? ദൈവത്തെ കൂടാത്തവരായിരുന്നു. ഈ ലോകത്തിൽ ദൈവമില്ലാത്തവരായിരുന്നു. We were atheists. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മൾ ക്രൈസ്റ്റ്ലെസ് ആയിരുന്നു, ചർച്ച്ലെസ് ആയിരുന്നു, അൺഇവാഞ്ചലൈസ്ഡ് ആയിരുന്നു, പെസിമിസ്റ്റുകളായിരുന്നു, നോ ഹോപ്പ് ആൻഡ് എത്തിസ്റ്റ് ആയിരുന്നു. എത്തിസ്റ്റ്, ദൈവമില്ലാത്തവരായിരുന്നു. നമ്മൾ ദൈവമില്ലാത്ത മൂഢന്മാരായിരുന്നു. ഹല്ലേലൂയ. ഇതെല്ലാം നമുക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് അടുത്ത വാക്കുകൾ പറയുന്നത്. 13ാമത്തെ വാക്യം കൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്താൻ പോവാ. only few minutes left. 13ാം വാക്യം. നിങ്ങളിൽ ആരെങ്കിലും ഇംഗ്ലീഷ് ബൈബിൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഗ്ലോറിയ, ഇഫ് യു ക്യാൻ ടേക്ക് ദ ഇംഗ്ലീഷ് ബൈബിൾ, പ്ലീസ് റീഡ് ദാറ്റ് വേർഡ് 13. 13ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഇംഗ്ലീഷ് ബൈബിളിൽ ആമേൻ, മലയാളത്തിൽ ആ വാക്ക് മിസ്സാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് ഇംഗ്ലീഷിൽ വായിപ്പിക്കുന്നത്. ഇത്രയും 7 കൂട്ടം കാര്യങ്ങൾ ഇല്ലാത്തത് പറഞ്ഞിട്ട്, നമ്മളിൽ ഇല്ലായിരുന്നു, ക്രിസ്തുവിനെ കൂടാഞ്ഞപ്പോൾ ഇല്ലായിരുന്നു. പക്ഷേ ആമേൻ, 13ാം വാക്യം തുടങ്ങുന്നത് കേട്ടോണം. 13ാമത്തെ വാക്യം, ജസ്റ്റ് റീഡ് ഇറ്റ്. But now in Christ Jesus, ye who sometimes were far off are made nigh by the blood of Christ. ഒരു വാക്ക് അവിടെ നമ്മൾക്ക് മലയാളത്തിൽ മിസ്സിങ്. എന്നാൽ, ബട്ട്. ആ ബട്ട് നൗ എന്നൊരു വാക്കിന് ഭയങ്കര പവർ ഉണ്ട് അവിടെ. ഐ എം സോറി ദാറ്റ് ഇൻ മലയാളം ഐ കുഡന്റ് ഫൈൻഡ് ദാറ്റ്. അവിടെ മുമ്പേ ദൂരസ്ഥരായിരുന്നു നിങ്ങളെന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. നോ പ്രോബ്ലം. ബട്ട്, എന്നാൽ, അവിടെ ഒരു വലിയ കംപ്ലീറ്റ്ലി റിവേഴ്സിംഗ് നടക്കുന്നത്. ഒരു യൂ ടേൺ അടിക്കുക. എന്തൊക്കെ ഇല്ലായിരുന്നോ അതിന്റെ എല്ലാം അപ്പുറത്തേക്ക് ഒരു കംപ്ലീറ്റ് റിവേഴ്സ് നടത്തുക. ഇൻ ക്രൈസ്റ്റ്, ദ ഫസ്റ്റ് ലൈഫ് വിത്തൗട്ട് ക്രൈസ്റ്റ് എന്തൊക്കെ നിങ്ങൾക്ക് ഇല്ലായിരുന്നു. പക്ഷെ അടുത്ത വാക്യങ്ങളിലെല്ലാം ക്രിസ്തു നിങ്ങളുടെ അകത്തേക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടി. ഞാൻ വേഗത്തിൽ പറയാൻ പോവാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ശ്വാസം അടക്കി പിടിച്ച്
അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കണം കേട്ടോ. ആമേൻ. അതിന്റെ ആമേൻ 3-ാം വാക്യം പറയാണ്, നിങ്ങൾ ദൂരസ്ഥരായിരുന്നു, എന്നാൽ യേശുവിന്റെ രക്തത്താൽ നിങ്ങൾ സമീപസ്ഥരായി തീർന്നു. യു ആർ ഫാർ അവേ ഫ്രം ഗാഡ്. ഞാനിത് ധ്യാനിച്ചപ്പോൾ ജോഗ്രഫിക്കലി നമ്മൾ ദൂരെയാണ്. ഇത്ര മൈലുകൾ, കടലുകൾ കടന്ന് കർത്താവ് എവിടെയാ ജനിച്ചത്? കർത്താവ് എവിടെയാ മരിച്ചത്? ഈ കർത്താവിനെ നമ്മൾ സ്വീകരിച്ചത് ഇവിടെ ദൈവങ്ങൾക്ക് കുറവുണ്ടായിട്ട് വല്ലതാണോ ഈ ദൈവത്തെ നമുക്ക് ദൈവം തന്നത്? ഓ, താങ്ക് യു ജീസസ്. ഇവിടെ ദൈവങ്ങൾക്ക് കുറവുണ്ടായിട്ടൊന്നുമല്ല. ഈ സത്യ ദൈവത്തെ ഗ്രഹിപ്പാൻ കർത്താവ് തന്ന ഭാഗ്യത്തിനാ ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്. രക്തത്താൽ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. രക്തത്താൽ അവൻ നമ്മളെ സമീപസ്ഥരാക്കി തീർത്തു. ശ്രദ്ധിച്ച്, ഇതൊരു പഴയ നിയമ കോൺസെപ്റ്റാ പറയുന്നത്. ആമേൻ. പ്രാകാരത്തിൽ പോലും വന്നു നിൽക്കാൻ കഴിവില്ലാതെ ഒരു കർത്താവിന്റെ ദാസൻ പ്രസംഗിച്ച് പറഞ്ഞില്ലേ, ആ സമാഗമന കൂടാരത്തിന്റെ ചുറ്റും 8 ഫുട്ബോൾ ഗ്രൗണ്ടുകളുടെ വലിപ്പത്തിൽ ടെന്റ് അടിച്ചു കിടക്കുകയാണ്. ഇതിന്റെ അകത്തൊക്കൊന്ന് എത്തി നോക്കാൻ പോലും പറ്റാതെ, ആമേൻ, അതിന്റെ ആലയത്തിന്റെ സമീപത്തെങ്കിലും വന്നൊന്ന് നിൽക്കട്ടെന്ന് ഓർത്ത് അങ്ങ് ദൂരെ നിന്ന് ആരാധന കണ്ടോണ്ടിരുന്നവരെ സമീപസ്ഥരാക്കി തീർത്തു. യു ആർ ഫാർ അവേ ഫ്രം ഗോഡ്, ബട്ട് യു ആർ ബ്രോട്ട് നിയർ ടു ഗോഡ്. നമ്മൾ പറയത്തില്ലയോ, അയ്യോ അവൻ ഇപ്പൊ പഴയ ആളൊന്നും അല്ല, അവൻ മന്ത്രിയുടെ അടുത്ത ആളാ. അറിയത്തില്ലേ? മന്ത്രിയുടെ അടുത്ത ആളാ അവൻ. എന്ന് വെച്ചാൽ അടുത്ത അവൻ, ഏറ്റവും അടുത്ത ആളാ. അവൻ പറഞ്ഞതേ മന്ത്രി കേൾക്കൂ. ദൂരത്തായിരുന്നു, പക്ഷെ ക്രിസ്തുവിന്റെ രക്തത്താൽ. അപ്പം ദൂരത്തായിരുന്നു നമ്മളെ അടുത്തു കൊണ്ടുവന്ന ആമേൻ ദൈവത്തിന്റെ കരുണയുടെ പേരാണ് യേശുവിന്റെ രക്തം. കർത്താവിന്റെ രക്തമാണ് നമ്മളെ ആമേൻ അടുത്തു കൊണ്ടുവന്നത്. അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നു, അവൻ നമ്മുടെ സമാധാനം. അതൊരു മുദ്രാവാക്യമാണ്. He is our peace. ആമേൻ. ചില ഭവനങ്ങളിൽ എഴുതിയിട്ട് ക്രിസ്തു ഈ വീടിന്റെ നായകൻ. അങ്ങനെ തന്നെ നിങ്ങൾ എഴുതി വെക്കണം ഈ ദിവസങ്ങളിൽ, ക്രിസ്തു ഞങ്ങളുടെ സമാധാനം. He is our peace. ഈ അടുത്ത വാക്യങ്ങളൊക്കെ ക്രിസ്തു നമ്മുടെ ആരാന്നാ പറഞ്ഞു തരുന്നത്. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. ഇരുപക്ഷം എന്ന് പറഞ്ഞാൽ ജൂസ് ആൻഡ് ജെന്റൈൽസ്. ഇവർ ഒരു തരത്തിലും ഒരുമിച്ച് വരുത്തില്ലായിരുന്നു. ഇവർ 2 പക്ഷമായിരുന്നു. സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ വചനം പറയാ, വെളിപ്പാട് കേട്ടോണം, ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി. 1 രക്തത്താൽ, 2 തന്റെ ജഡത്താൽ. ന്യായപ്രമാണം എന്ന ചട്ടത്തെ, ന്യായപ്രമാണം എന്ന ശത്രുത്വത്തെ. സത്യത്തിൽ ന്യായപ്രമാണം നമ്മുടെ എനിമിയായിരുന്നു. ദൈവത്തോട് നമുക്ക് അടുക്കാൻ പറ്റാതെ വണ്ണം, ദൈവത്തിന്റെ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ പറ്റാതെ വണ്ണം നമ്മളെ അകറ്റി നിർത്തിയ ശത്രുതയെ ഇടിച്ചു കളഞ്ഞു സ്വർഗം. വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു. ആമേൻ. വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു. കോൺസെപ്റ്റ്. എബ്രായ ലേഖനം 10-ാം അധ്യായം 20-ാം വാക്യം. ആമേൻ. ദേവാലയത്തിന്റെ തിരശീലയെ മുകൾ തൊട്ടു 2ആയി മേലിന്ന് താഴോട്ട് കീറിക്കളഞ്ഞതുപോലെ ജാതി അല്ലെങ്കിൽ യഹൂദൻ എന്നുള്ള ആ ഒരു മുഖപക്ഷം അല്ലെങ്കിൽ ആ ഒരു വേർതിരിവ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരം ചിന്തിയപ്പോൾ അത് കീറിക്കളഞ്ഞു. ദൈവം കീറിക്കളഞ്ഞു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. എബ്രായ ലേഖനം 10:19 പറയുകയാണ്, അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാർ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. ആമേൻ. ആ വേർപാടിന്റെ നടിച്ചുവരകളെ ഇടിച്ചു കളഞ്ഞു. വിശ്വാസത്തോടെ, ധൈര്യത്തോടെ നമുക്കിപ്പോ ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലാം. നമ്മൾ ദൂരസ്ഥരായിരുന്നു, നമ്മളെ അടുത്തു കൊണ്ടുവന്നു. 2 പക്ഷക്കാരായിരുന്നു, 1 പക്ഷക്കാരാക്കി തീർത്തു. ഒറ്റ പക്ഷമാക്കി. നടുവിലുണ്ടായിരുന്ന വലിയ മതിലുണ്ടല്ലോ, ഇസ്രായേലിൽ ചെന്നാൽ നിങ്ങൾക്കറിയാം, ഇസ്രായേൽ എന്ന രാജ്യത്തിനകത്തൊരു കൊച്ചു രാജ്യമുണ്ട്, പാലസ്തീൻ.
ആ പാലസിലോട്ട് കയറുന്ന ബൗണ്ടറിയിൽ ഒരു മതിൽ കെട്ടിയിട്ടുണ്ട്. ആ മതിലിലൊക്കെ സമാധാനത്തിന്റെയും പോപ്പ് വന്നൊക്കെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തെന്ന് ഞാൻ കേട്ടു. പക്ഷെ സ്റ്റിൽ ആ മതില് അവര് തമ്മിലുള്ള ശത്രുതയൊരു അടയാളമായി അവിടെ നിലകൊള്ളുമ്പോൾ ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ ദൂത് പറയട്ടെ, ആമേൻ, ഇസ്രായേൽ പൗരത്വമില്ലാതിരുന്ന നമ്മളെ, ദൂരസ്ഥരായിരുന്ന നമ്മളെ, ദൈവമില്ലായിരുന്ന നമ്മളെ അകത്തു കൊണ്ടുവരുവാൻ വേണ്ടി ന്യായപ്രമാണമെന്ന ശത്രുത്വത്തിന്റെ നടുച്ചുമർ ഇടിച്ചു കളഞ്ഞു. അതിനുവേണ്ടി സ്വർഗം കൊടുത്ത വിലയാണ് തന്റെ ശരീരം. മൈ ടൈം ഈസ് ഓവർ. താങ്ക് യു ജീസസ്. അടുത്തത് 15-ാമത്തെ വാക്യം പറയാ. ലിസൺ 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 പീപ്പിൾ ഓഫ് ഗോഡ്. 15-ാമത്തെ വാക്യം, എഫേസ്യ ലേഖനം 2-ാം അധ്യായം 15-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, സമാധാനമുണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതു മനുഷ്യനായി സൃഷ്ടിക്കുവാൻ. ഇരുപക്ഷത്തെയും ഒരുമിച്ച് ഇങ്ങനെ വെൽഡ് ചെയ്ത് പിടിപ്പിക്കുന്ന പോലെ കൊണ്ടുവന്നിട്ട് ഒരു പുതിയ മനുഷ്യനായി സൃഷ്ടിച്ചു. യഹൂദനെയും ജാതിയെയും കൂടെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ഒരു ന്യൂ ക്രിയേഷൻ ആക്കി, ഒരു ന്യൂ മാൻ ആക്കി, ഒരു പുതിയ മനുഷ്യനാക്കി സൃഷ്ടിച്ചു. ഇന്ന് രാത്രി ആത്മാവി ഞാൻ ഒരു വെളിപ്പാട് പറയും. നിങ്ങൾക്കകത്തൊരു കേടായ അവയവം ഉണ്ടെങ്കിൽ, നിങ്ങൾ രോഗിയായിരിക്കുന്നെങ്കിൽ, ട്രാൻസ്പ്ലാന്റേഷന് മെഡിക്കൽ സയൻസ് റിപ്പോർട്ട് തന്നെങ്കിൽ, സ്വർഗത്തിന്റെ പരിപാടി അത് പഞ്ചറൊട്ടിച്ച് തരികയല്ല, അത് റിപ്പയർ ചെയ്ത് തരുകയല്ല. ഇന്നു രാത്രി സൃഷ്ടിക്കുന്നു, പുതുമനുഷ്യനായി സൃഷ്ടിച്ചെന്ന് പറഞ്ഞില്ലേ? യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ അതിനെ സ്വീകരിക്കുക. ഗോഡ് ഈസ് ക്രിയേറ്റിംഗ്. കർത്താവ് ഇന്ന് രാത്രി സൃഷ്ടിക്കുക. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവകരം നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിപ്പുകൾ നടത്തുമെന്ന് വിശ്വസിക്കുക. സൃഷ്ടിക്കുക. എനിക്ക് വേണ്ടി ഇല്ലാത്ത ജോലിയെ ദൈവം സൃഷ്ടിക്കുന്നു. യെസ്, വിശ്വസിക്കുക ദൈവമക്കളെ, വിശ്വസിക്കുക ദൈവമക്കളെ. നിങ്ങൾക്ക് തലമുറകളില്ലെങ്കിൽ ആത്മാവിൽ നിങ്ങൾ ഉദരത്തിൽ കൈവച്ചു പറ, ഗോഡ് ഈസ് ക്രിയേറ്റിംഗ് ഫോർ മീ. എന്റെ ദൈവം എനിക്ക് വേണ്ടി സൃഷ്ടിക്കുന്നു. സൃഷ്ടിക്കട്ടെ. സൃഷ്ടിപ്പുകൾ നടക്കുന്നു, സൃഷ്ടിപ്പുകൾ നടക്കുന്നു. വിശ്വസിക്കുന്ന മക്കളെ, ഒരു പുതിയ മനുഷ്യനായി സൃഷ്ടിച്ചു. ഹല്ലേലൂയ. പുതിയ മനുഷ്യനായി സൃഷ്ടിച്ചു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ജീസസ്. എത്ര പേര് ഇന്ന് രാത്രി സമർപ്പിക്കപ്പെടും? ഒരു പുതിയ മനുഷ്യനായി എന്നെ സൃഷ്ടിച്ചു. ആമേൻ. ഇസ്രായേൽ ജനം, they were the seed of Abraham. അവർ അബ്രഹാമിന്റെ സന്തതികളായിരുന്നു. അവർ അബ്രഹാമിന്റെ സീഡായിരുന്നു. But 1 John chapter 3 verses 9 says, you are the seed of the Lord. നീ ദൈവത്തിന്റെ വിത്താണ്. നമ്മൾ പറയത്തില്ലേ, വിത്ത് ഗുണം 10 ഗുണമെന്ന്. ഫസ്റ്റ് ക്വാളിറ്റി സീഡാണെങ്കിൽ ഫസ്റ്റ് ക്വാളിറ്റി കിട്ടും എന്ന് പറയുന്ന പോലെ ഇന്ന് രാത്രി ദൈവത്തിന്റെ സീഡ് എന്റെ അകത്തിരിക്കുന്നതുകൊണ്ട് I carry the life. Seed is life. So I carry the life of God. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. പുതിയ മനുഷ്യനായി എന്നെ സൃഷ്ടിച്ചു. ക്രിസ്തുവിൽ ദൈവമക്കളെ, നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ എന്തുവാ സംഭവിച്ചതെന്നറിയാം? നമ്മൾ ഫിസിക്കലി നമ്മളൊന്നും കണ്ടില്ല. നമ്മൾ വലിയ സന്തോഷത്തോടെ മടങ്ങിപ്പോയി വീട്ടില്. പക്ഷെ നമുക്ക് അവിടെ ഒരു സൃഷ്ടിപ്പ് നടക്കുമായിരുന്നു. ഒരു സൃഷ്ടിപ്പ്. സ്വർഗത്തിൽ ഒരു കുഞ്ഞുകൂടെ ജനിച്ചെന്ന് പറയുന്ന പോലെ. ഹല്ലേലൂയ. Hallelujah, hallelujah. Thank you Jesus. Thank you Jesus. Thank you Jesus. Thank you Jesus. എത്ര പേർ നന്ദി പറയുന്നു രാത്രി? എത്ര പേർ നമുക്ക് ആമേൻ കർത്താവിനെ സ്തുതിക്കും? Hallelujah. Thank you Lord. Thank you Jesus. Thank you Jesus. നിങ്ങൾ എത്ര പേർ പ്രാർത്ഥിക്കും, സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ? ആമേൻ. പുതിയ മനുഷ്യനെ ഉണ്ടാക്കും. ന്യൂ ക്രിയേഷൻ. അതുകൊണ്ട് ക്രിസ്തുവിലുള്ളവൻ അവൻ പുതിയ മനുഷ്യനാണ്. For those who are in Christ is a new creation. പുതിയ സൃഷ്ടിയായി കേട്ടോ. പുതിയ സൃഷ്ടിയായി. പഴയത് കഴിഞ്ഞുപോയി. ആ പഴയ ജഡസ്വഭാവങ്ങൾ, ആ പഴയ കുശുമ്പ്, വൈരാഗ്യം, ദ്വന്ദ്വപക്ഷം, ആമേൻ ആമേൻ, അങ്ങനെയുള്ള എല്ലാം കഴിഞ്ഞുപോയി. ഡെഡ്, അത് പോയി, സത്തുപോയി.
എന്റെ പഴയ മനുഷ്യൻ പോയി, ഞാൻ പുതിയ മനുഷ്യനായി സൃഷ്ടിക്കപ്പെട്ടു. ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. ക്രൂശെ കിടക്കുമ്പോ തന്നെ ശത്രുത്വത്തെ വലിച്ചു കീറി കർത്താവ്. ഹല്ലേലൂയ. അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നരപ്പിച്ചു. ഒന്ന് രക്തത്താൽ സമീപസ്ഥരാക്കി, ഏക ശരീരത്താൽ നരപ്പിച്ചു. ദൈവം നരപ്പിച്ചു. ടൈം ഈസ് ഓവർ. അവൻ മുഖാന്തരം, ആര് മുഖാന്തരം? യേശു കർത്താവ് മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്ക്. 18-ാം വാക്യം ഞാൻ വായിക്കുന്നത്. അപ്പൊ 17-ാം വാക്യം ഞാൻ വിട്ടില്ല. അവൻ വന്ന് ദൂരത്തിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനം സുവിശേഷം. ദൂരത്തിരുന്നവർ ജെന്റൈൽസ്, സമീപത്തിരുന്നവർ ജ്യൂസ്. രണ്ടു കൂട്ടർക്കും ഒരുപോലെ സമാധാനം പറഞ്ഞു കർത്താവ്. ഒരുപോലെ സുവിശേഷം, സമാധാനം സുവിശേഷിച്ചു. അവൻ ഇരുപക്ഷക്കാരെയും ഏകാത്മാവിനാൽ പിതാവിങ്കലേക്ക് പ്രവേശനമുണ്ട്. അടുത്ത ബ്ലെസ്സിങ് കേട്ടോണം. ഒന്ന് രക്തത്താൽ സമീപസ്ഥരാക്കി, അവൻ ഏക ശരീരത്താൽ ദൈവത്തോട് നരപ്പിച്ചു. റീകൺസിലിയേഷൻ ആട്ടോ, നിരപ്പിക്കുക എന്ന് പറഞ്ഞ റീകൺസൈൽ ചെയ്തു നമ്മളെ ദൈവത്തോട്. അടുത്തത്, അവൻ ഏകാത്മാവിനാൽ പിതാവിങ്കലേക്ക് പ്രവേശനം നൽകി. അയ്യോ, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എല്ലാവർക്കും എപ്പോഴും കയറി ചെല്ലാൻ പറ്റത്തില്ലായിരുന്നു. അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലാൻ, കർത്താവിന്റെ പിതാവിന്റെ അടുത്ത് ചെല്ലാൻ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ വ്യവസ്ഥ, ഇപ്പോഴും വ്യവസ്ഥയുണ്ട്. പക്ഷെ നമുക്ക് ഏതു സമയത്തും സമയഭേദം കൂടാതെ അബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് കയറി ചെല്ലാനുള്ള ആക്സസ് കിട്ടി നമുക്ക്. വി ഗോട്ട് ആക്സസ്. ചില ബിൽഡിംഗ് നമുക്ക് കയറാൻ പറ്റത്തില്ല, ചില പാർക്കിംഗ് സ്ലോട്ടിൽ നമ്മുടെ വണ്ടിക്കിടാം. പക്ഷെ അവിടുത്തെ സ്റ്റിക്കർ ഉണ്ടെങ്കിൽ അവിടെ നമ്മളെ അവൻ പ്രവേശിപ്പിക്കുന്നത് പോലെ ദൈവത്തിങ്കലേക്കുള്ള പ്രവേശനം കിട്ടി. നമ്മൾ ആമേൻ ഹല്ലേലൂയ. ദൈവമില്ലാതിരുന്ന നമ്മള്, ഓ മൈ ഗോഡ്. അതുകൊണ്ട് പണ്ടത്തെ കാലവും ഇപ്പോഴത്തെ കാലവും കൂടെ കമ്പയർ ചെയ്താൽ, ഇപ്പൊ ആര് നമ്മളെ കൈവിട്ടാലും നമുക്കൊരു പ്രശ്നമില്ല. നമുക്കൊരു ഹോപ്പുണ്ട്. നമ്മൾ ദൈവസനിലേക്ക് കൊണ്ട് കയറി നിൽക്കും. ദൈവസനിൽ നെടുമ്പാട് വീഴുമ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി നമ്മളെ ബലപ്പെടുത്തും. ദൈവ സാന്നിധ്യം നമ്മളെ എംപവർ ചെയ്യും. ഏകാത്മാവിനാൽ പിതാവിങ്കലേക്ക് പ്രവേശനമുണ്ട്. അത് ചെറിയ കാര്യമല്ല കേട്ടോ. നമുക്ക് പലപ്പോഴും നമ്മൾ കമ്മറ്റി കളിച്ചും നമ്മൾ ജഡപ്രകാരം പോരാടിയുമൊക്കെ ഈ നമുക്ക് കിട്ടിയ പദവിയെപ്പറ്റി നമ്മൾ കാഴ്ചയില്ലാതെ പോകുമ്പോൾ, ഇന്ന് രാത്രി ആത്മാവിൽ തിരിച്ചറിയണം. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കയറി ചെല്ലുവാൻ, പിതാവിന്റെ സന്നിധിയിലേക്ക് കയറി ചെന്ന് ഈ അഖിലാണ്ടത്തിന്റെ ഉടയവനെ അബ്ബാ എന്ന് വിളിക്കുവാൻ കിട്ടിയ ഭാഗ്യത്തിനായി സ്തോത്രം. അതിനുവേണ്ടി സ്വർഗം മുടക്കിയ വിലയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇരുപക്ഷക്കാർ ഏകാത്മാവിനാൽ പിതാവിങ്കലേക്ക്. ആമേൻ. 19-ാം വാക്യം പറയാ, ആകയാൽ ഇങ്ങനെ വലിയ തുക മുടക്കിയത് കൊണ്ട് തന്റെ രക്തത്താൽ, തന്റെ ഏക ശരീരത്താൽ, തന്റെ ഏകാത്മാവിനാൽ. 3 ഫ്രേസ് പൗലോസ് കൂടെ ഉപയോഗിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമായിരിക്കും. 18-ാം വാക്യത്തിൽ ഏകാത്മാവ്, 16-ാമത്തെ വാക്യത്തിൽ ഏക ശരീരം, 13-ാം വാക്യത്തിൽ രക്തം. ഹല്ലേലൂയ. ഇനി നിങ്ങൾ അന്യരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരുമാണ്. വിശുദ്ധന്മാരുടെ സഹപൗരന്മാർ. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തൊന്ന് എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ സ്തുതിക്കാൻ പറ്റുമെങ്കിൽ കർത്താവിന് നന്ദി പറയണം. ഓ റബ ശകലബര ഹദുരി മിനികൾ കനഗടഗഷിയാര. ഓ ഹാലേ. ആ വെളിപ്പാട് മനസ്സിലായോ? ഇനി അന്യനല്ല, ഇനി നീ പരദേശിയല്ല. നിനക്ക് ഇസ്രായേൽ പൗരത്വത്തോട് ബന്ധമില്ലായിരുന്നു, വാഗ്ദത്തങ്ങളോട് പുലബന്ധം പോലും ഇല്ലായിരുന്നു. എന്നാൽ സ്വർഗം കർത്താവായ യേശു ക്രിസ്തു നിമിത്തം നിന്നെ അകത്തു കൊണ്ടുവന്നു. നീ ഇനി അന്യനല്ല, നീ ഇനി പരദേശിയല്ല. You got the citizenship. You became the citizen of heaven. നിനക്ക് സ്വർഗത്തിന്റെ പൗരത്വം ലഭിച്ചു. ഓ റബ. വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനത്തിനകത്ത് കൊണ്ടുവന്നു. ആമേൻ, 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 ആമേൻ. ദൈവത്തിന്റെ ഭവനത്തിനകത്ത് കൊണ്ടുവരുന്നു. ദൈവമില്ലാതെ നമ്മളെ ദൈവത്തിന്റെ വീട്ടിനകത്ത് കൊണ്ടുവന്നു. സ്തോത്രം. ആമേൻ. 11:8 എനിക്ക് നിർത്തണമല്ലോ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഇതൊന്ന് അവസാനിപ്പിക്കാൻ ഒരു കൃപ തരണേ കർത്താവേ. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. വിശുദ്ധന്മാരുടെ പട്ടികയിൽ നമ്മുടെ പേര് വന്നു കേട്ടോ.
ഹല്ലേലൂയ. ഹീറോസ് ഓഫ് ഫെയ്ത്ത് എഴുതിയപ്പോ വിശ്വാസ വീരന്മാരുടെ പട്ടിക ഇങ്ങനെ താഴോട്ട് വായിക്കുമ്പോ നിങ്ങളുടെ പേരും അവിടെ എഴുതി വെച്ചെന്നായി എഴുതി വെച്ചേക്കുന്നത്. ദൈവത്തിന്റെ ഭവനക്കാരായി, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരായി, നിങ്ങൾ പൗരനായി, നിങ്ങൾക്ക് പൗരത്വം ലഭിച്ചു. സ്വർഗത്തിൽ പേര് വിളിക്കുമ്പോൾ അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ, ഏലിയാവിന്റെ, യെശയ്യാവിന്റെ, യെരമ്യാവിന്റെ, യെഗസ്കേലിന്റെ, ആമേൻ, ഇയ്യോബിന്റെ, ജുഡാമാന സന്ധരേരേ, പൗലോസിന്റെ, പത്രോസിന്റെ, യോഹന്നാന്റെ ഒക്കെ പേര് വിളിക്കുമ്പോൾ അതിന്റെ കൂടെ നിങ്ങളുടെ പേര് വിളിക്കുമെന്ന ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നത്. വിശ്വസിക്കുന്നതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ഹൃദയം തുടിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. യു ആർ നോ മോർ ജെന്റൈൽ, യു ആർ നോ മോർ ടു ഗ്രൂപ്പ്സ്. ഇന്ന് രാത്രി ഭവനത്തിന്റെ അകത്ത് കൊണ്ടുവന്നു ദൈവം. ഹല്ലേലൂയ. നിങ്ങൾ പറ, പേർ വിളിക്കും നേരം കാണും എൻ പേരും. വിശുദ്ധന്മാരുടെ പേര് വിളിക്കുമ്പോൾ അബ്രഹാമേ, ഇസ്ഹാക്കേ, യാക്കോബേ, പത്രോസേ, യോഹന്നാനേ, ഇയ്യോബേ, പഴയ നിയമ ഭക്തന്മാരുടെ പേരിന്റെ കൂടെ എന്റെ പേര് പറയാൻ എന്തെങ്കിലും യോഗ്യതയുണ്ടോ? ഇല്ല, ഇല്ല, ഇല്ല. യോഗ്യത ഒന്ന് മാത്രമാണ്. ആ രക്തത്താൽ എന്നെ സമീപസ്ഥനാക്കി തീർത്തു. ഹല്ലേലൂയ. ആമേൻ. തന്റെ ജഡത്താൽ, തന്റെ ശരീരത്താൽ വേർപാടിന്റെ നടിച്ചുവനെ ഇടിച്ചു കളഞ്ഞിട്ട് എന്നെ ഒരു പുതിയ മനുഷ്യനാക്കി സൃഷ്ടിച്ചു. ഹല്ലേലൂയ. ഏകാത്മാവിനാൽ എന്റെ കർത്താവിന്റെ, എന്റെ അപ്പന്റെ സന്നിധിയിലേക്ക് എനിക്ക് പ്രവേശനം തന്നു, എനിക്ക് പുത്രത്വം തന്നു, എനിക്ക് സിറ്റിസൺഷിപ്പ് തന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. യേശു ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അടുത്ത ദിവസങ്ങൾ നമ്മൾ ആ ഓഫീസസിലേക്ക് വരുന്നുണ്ട്. ഒന്ന്, ആ സഭയുടെ അടിസ്ഥാനം, ഭവനത്തിന്റെ അടിസ്ഥാനം കണ്ടോണം. ഭവനത്തിന്റെ അടിസ്ഥാനം കിടക്കുന്ന കണ്ടോണം. ഹല്ലേലൂയ. ക്രൈസ്റ്റ് ദ കോർണർ സ്റ്റോൺ. ക്രിസ്തു തന്നെയാ മൂലക്കല്ല്. അടുത്തത് അപ്പോസ്തലന്മാർ, പ്രൊഫറ്റ്സ്. ആദ്യത്തെ 3 വാക്യങ്ങൾ, ഈ ആദ്യത്തെ 3 വാക്യങ്ങൾ ഡീഗ്രഡേഷനാ, ലോവസ്റ്റ് ഡീഗ്രഡേഷൻ. But last 3 verses, the highest elevation. എത്രയും താഴ്ച കിടക്കാവോ അത്രയും താഴ്ച കിടക്കുന്ന പിക്ചറാണ് നമ്മൾ 3 വാക്യങ്ങളിൽ കണ്ട. ആദ്യത്തെ 3 വാക്യങ്ങൾ. ആമേൻ. 11, 12 വാക്യങ്ങളിലെ ആമേൻ, സ്തോത്രം. പക്ഷേ അവസാനത്തെ 3 വാക്യങ്ങൾ ആമേൻ ഏറ്റവും ഉയർത്തുന്ന വാക്യങ്ങളാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ശ്രദ്ധിക്കുന്നേ മക്കളെ, നമ്മൾ ഭവനക്കാരായി എന്ന് പറഞ്ഞിട്ട് ഒരു കെട്ടിടത്തിന്റെ അകത്തേക്ക് നമ്മളെ കൊണ്ടുവരുക. ദാറ്റ് ഈസ് ചർച്ച്. സഭയ്ക്കകത്തേക്ക് നമ്മളെ കൊണ്ടുവന്നു. കെട്ടിടം മുഴുവൻ യുക്തമായിട്ട് ചേർന്ന്, ഇതിൽ ഒത്തിരി വ്യാഖ്യാനം പറഞ്ഞ സമയമില്ലാത്തതുകൊണ്ട് മുന്നോട്ട് പോവാം. കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അപ്പൊ ഇതൊരു കെട്ടിടമാണ്. ചർച്ച് ആസ് എ ബിൽഡിംഗ്, ഒരു കെട്ടിടമായിട്ട് പറയുന്നു. മൂലക്കല്ല് കർത്താവാണ്. അതിന്റെ മേളിൽ പണിഞ്ഞിരിക്കുന്നത് അപ്പോസ്റ്റൽസിനെ, പ്രൊഫറ്റ്സിനെ പറഞ്ഞു. അതിന്റെ മേളിൽ നമ്മളെ എല്ലാം ചേർത്ത് വെച്ച് പണിഞ്ഞേക്കുക. കർത്താവിന്റെ വിശുദ്ധ മന്ദിരമായിട്ട് വളരുക. ഇറ്റ് ഈസ് ഗ്രോയിങ്. ഒരു കെട്ടിടം വളരത്തില്ല ഒരിക്കലും, അതിന് വളരാൻ പറ്റില്ല. പക്ഷേ സഭയാകുന്ന കെട്ടിടം വളർന്നുകൊണ്ടിരിക്കും. ചില സഭകൾ വളരുന്നില്ല. റീസൺ, അതിനകത്ത് ജീവനില്ല. ദൈവത്തിന്റെ വാഗ്ദത്തം, ദൈവത്തിന്റെ ഹിതം ഒരു സഭയെ പറ്റി അത് വളരണമെന്നുള്ളതാണ്. ഞാൻ നിർത്താൻ പോവാ. 2 more minutes. ഈ ചാപ്റ്റർ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ആമേൻ 2 ബിൽഡിംഗ് ആയിട്ടല്ല, ഒന്നായിട്ട് ജാതിയായവനെയും യഹൂദയിൽ നിന്ന് വന്നവനെ എല്ലാവരെയും, 2 പക്ഷക്കാരെ, ദൈവമില്ലാതിരുന്ന ദൈവമുണ്ടായിരുന്ന 2 ഗ്രൂപ്പിനെ ഒരുമിച്ച് പണിഞ്ഞുകൊണ്ടിരിക്കുക. സോ ചർച്ച് is not a collection of loose stones and timbers. കുറെ കട്ടയും കുറെ ഇഷ്ടികയും കുറെ തടി കൊണ്ട് അവിടെ ഇവിടെയൊക്കെ പണിയുന്ന ഒന്നല്ല സഭ. its members has vital union with Christ. ക്രിസ്തുവുമായിട്ട് ബന്ധമുള്ളവരാണ്. മനുഷ്യൻ തള്ളിയ കല്ലിനെ മൂലക്കല്ലാക്കി തീർത്തു. യേശു എന്ന മൂലക്കല്ലിനോട് ചേർത്തു പണിയപ്പെടുകയാണ്. അടുത്ത വെളിപ്പാട് കേട്ടോണം. ഒരു പ്രോഗ്രസീവ് റെവലേഷനിലേക്ക് കൊണ്ടുവരിക. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാക്കേണ്ടതിന്. ആമേൻ. നിങ്ങളെ വീട്ടിനകത്ത് കൊണ്ടുവന്നെന്ന് പറഞ്ഞിട്ട് പറയാ, നിങ്ങളെ തന്നെ ടെമ്പിളാക്കി.
യു ക്യാരി ദ പ്രസൻസ്. നിങ്ങളിൽ നിവസിക്കേണ്ടതിന്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. നിങ്ങൾ ഇന്ന് രാത്രി ഒന്ന് പറഞ്ഞ്, ഐ ആം ദ ടെമ്പിൾ ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഐ ആം ദ ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ് and builded together for a habitation of God in spirit. Hallelujah. Habitation of God. I am the habitation of God. നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാക്കേണ്ടതിന്. ദൈവത്തിന്റെ നിവാസമാ നമ്മൾ. ആമേൻ. ആമേൻ. ആ ഒരു വലിപ്പം ഒന്ന് മനസ്സിലാക്കിക്കേ. ദൈവത്തിങ്കിലേക്ക് പ്രവേശനം കിട്ടി, ദൈവത്തിന്റെ ആലയത്തിനോട് ചേർത്ത് പടിഞ്ഞു. അടുത്ത റെവലേഷൻ, ദ ഡീപ്പ് and the elevated revelation is God, amen, is habited in us. We are, our body, our spirit and our soul is the habitation of God. ദൈവത്തിന്റെ നിവാസമാണ്. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇതറിയാനാണ് പൗലോസ് പറയുന്നത്, ഇവരുടെ ആത്മകണ്ണുകളെ തുറക്കണമെന്ന്. ദൈവമക്കളെ, ക്രിസ്തുവിലുള്ള നമ്മുടെ പ്രിവിലേജസിനെ സ്വർഗം നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഗോഡ് ബ്ലസ് യു. സമയക്കുറവുകൊണ്ട് എൻ്റെ മെസ്സേജ് ഞാൻ കട്ട് ഷോർട്ട് ചെയ്താണ് പറഞ്ഞത്. ആമേൻ. ഇത് എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു.